ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ജനബാഹുല്യം കൊണ്ട് ഒന്ന് പേടിച്ചത് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചല്ല ഞാൻ പേടിച്ചത് ഈ പ്രോഗ്രാം, ഈ സെഷൻ എങ്ങനെ പറഞ്ഞു തീർക്കും എന്നുള്ളതാണ്. എൻ്റെ തലയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒട്ടും ആമുഖമില്ലാതെ, ഒട്ടും വലിച്ചു നീട്ടലില്ലാതെ നേരെ വിഷയത്തിലേക്ക് കിടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും, സാരില്ല, തൽക്കാലം സഹിക്കാം. നോക്കിയേ, ഈ 3 എണ്ണം ഞാൻ പറയണം. എന്തൊക്കെയാ? ഒന്ന്, എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ച്. കോഴ്സ് ഓറിയന്റഡ് ആണ് എൻട്രൻസ് എക്സാമിനേഷൻ. ഞാൻ വിവക്ഷിക്കുന്നത്, എൻ്റെ മീനിങ് അതാണ്. രണ്ടാമത്തത് സർവീസ് എക്സാമിനേഷൻസ്. സർവീസ് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു കടൽ പോലെ പരന്നു കിടക്കുന്ന ഒന്നാണ്. കോമ്പറ്റേറ്റീവ് എക്സാമും അങ്ങനെ തന്നെയാണ്, എൻട്രൻസ് എക്സാം. പിന്നെ വരുന്നത് സ്റ്റഡി അബ്രോഡ്. അതൊരു മഹാസമുദ്രമാണ്. ഇതെല്ലാം കൂടി ഞാൻ അങ്ങ് അവതരിപ്പിക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല നെഞ്ചിടിപ്പുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പിള്ളേർ വഴിയെ പോണ വഴിക്ക് ചൂടായതുകൊണ്ട് ഒരല്പം തണൽ കൊള്ളാം എന്ന് വിചാരിച്ച് വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ ഒരു പ്രോഗ്രാം വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പതിവ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അക്കൗണ്ടൻസി ക്ലാസ് ഒക്കെ കേട്ട് ഉറക്കം തൂങ്ങുന്നതിനേക്കാൾ നല്ലത് വളരെ വ്യത്യസ്തമായിട്ട് ഉറക്കം തൂങ്ങുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചും വന്നതായിരിക്കില്ല എന്നാണ് ഞാൻ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ ഇന്ന് ഈ പാരാവാരമൊക്കെ കണ്ട് ഉദ്ഘാടന പരിപാടി ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം പൾസ് മനസ്സിലായിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടുപോകും, എനിക്ക് മിക്കവാറും 20 മിനിറ്റ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് തോന്നിയതുകൊണ്ട് ഞാൻ മോളിൽ പോയിരുന്ന് എന്ത് ചെയ്ത് ആ പ്രസൻറ്റേഷനൊക്കെ അങ്ങ് കട്ട് ചെയ്യാൻ നോക്കി. ഒരു രക്ഷയില്ല, കട്ട് ചെയ്യാൻ പറ്റണില്ല. എന്താ ചെയ്യാം? അപ്പം അതുകൊണ്ട് തൽക്കാലം ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുക. തമാശയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ അതൊക്കെ നിർത്താം. ഇതിങ്ങനെ വല്ലാണ്ട് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട്. പക്ഷെ രക്ഷയില്ല. പിന്നെ ഞാൻ തമാശ പറയണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇടങ്ങേറാവണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ തമാശ പറയണ്ട എന്നർത്ഥം. അഥവാ തമാശ പറയാൻ മുട്ടുണ്ടെങ്കിൽ കൈ പൊക്കിയൊക്കെ ഞാനപ്പോൾ അവസരം തരും കേട്ടോ. ഇപ്പം നമുക്ക് തൽക്കാലം അതൊക്കെ മാറ്റി വെച്ചിട്ട് വിഷയത്തിലേക്ക് എന്ത് ചെയ്യാം, വരാം. ഈ പ്രോഗ്രാം ഏറ്റവും പ്രസക്തമാകുന്നത് ഈ സമയത്താണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് പ്രസക്തമാവുന്നത്? പതുക്കെ നമ്മൾ ഈ പതിവ് രീതികളൊക്കെ വിട്ട് പഠിക്കാൻ തുടങ്ങണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആണോ അല്ലേ? ആണ്. നമ്മുടെ പൊതുസ്വഭാവം വെച്ചിട്ട് ഇപ്പോഴും സത്യത്തിൽ തുടങ്ങിയിട്ടില്ല. ഒരുത്തൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സർ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എന്താണ്, ജനുവരി പകുതിയായപ്പോഴാണ് വന്നത്, പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറണില്ല. ഞാൻ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കയറിയത് ഇങ്ങോട്ട് വരണില്ല. ഞാൻ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ ഫുൾ ഇരുട്ടാണ്. ഞാൻ പറഞ്ഞു കരണ്ടോ ഏതായിരിക്കും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അല്ല സർ, ഫുൾ ബ്ലാങ്ക് ആണ്. ഞാൻ പറഞ്ഞു അത് ഭയങ്കര. എന്നോട് ചോദിച്ചേ ട്രിക്സ് വല്ലതും ഉണ്ടോ? ഞാൻ ചോദിച്ചെന്തിന്? കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ. ഞാൻ പറഞ്ഞു കൊട്ടക്കണക്കിനുണ്ട്, പെട്ടിക്കണക്കിനുണ്ട്, ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് എന്താ ശരിക്കും വേണ്ടത്? അവൻ പറഞ്ഞു 1 മാസം എക്സാമിനുള്ളൂ, നല്ല മാർക്ക് വാങ്ങണം, വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുസ്തകം കൊണ്ടുവന്നുണ്ട. ഇല്ല. എന്നാൽ നീ നാളെ ടെക്സ്റ്റ് ബുക്കും കൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അവന് ഭയങ്കര സന്തോഷമായി. അവൻ വിചാരിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന. പിറ്റേ ദിവസം ഒരു കെട്ട് ടെക്സ്റ്റ് ബുക്കുമായിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ വന്നിട്ട് എൻ്റെ മേശപ്പുറത്തേക്ക് ടപ്പേന്ന് പറഞ്ഞൊരു ഒറ്റ വെപ്പ. കുറ്റം പറയരുതല്ല, ഫസ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിൽ അനിയൻ്റെ ബുക്കായിരുന്നു, മാറിപ്പോയതാ. അപ്പം ഞാൻ പറഞ്ഞു കെമിസ്ട്രി എടുക്കാൻ പറഞ്ഞു. കെമിസ്ട്രി എടുത്തിട്ട് അതിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവൻ കുറേ നേരം എന്നെ തന്നെ നോക്കി എന്നിട്ട് ചോദിച്ചു അങ്ങനെയൊക്കെ പഠിക്കാണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ വിശ്വാസം, അതങ്ങ് എടുക്കാൻ പറഞ്ഞു. ആ പുസ്തകം ഇവൻ ഒരു കലാപരിപാടിയായിരുന്നു അവിടെ കിടന്നത്. ഏത് ചാപ്റ്റർ, എന്ത് കെമിക്കൽ കൈനറ്റിക്സ്. പുസ്തകം ഇങ്ങനെ ആദ്യത്തെ ഇങ്ങ് മറിച്ചപ്പോൾ ഒരു ഇളം മന്ദമാരുതൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങ് വീശി. വാങ്ങിയപ്പോൾ അതേ മണം. കുറ്റം പറയരുത്. ഞാൻ പതുക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ കൈവച്ച് ഒരു വിദ്യുത് പ്രവാഹം. വാങ്ങിയപ്പോൾ അതേ ചൂട്. ഒരു പേജ് പോലും എന്ത് ചെയ്തിട്ടില്ല, മറിഞ്ഞിട്ടില്ല, മടങ്ങിയിട്ടില്ല, ചുളുങ്ങിയിട്ടില്ല. വാങ്ങിയപ്പോൾ അതേ
ചൂടും മണമൊക്കെ ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്നുമല്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് തോന്നണം കേട്ടോ. നല്ല മിടുക്കന്മാരാണ്, കണ്ടില്ലേ? ബാഗൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കണം, ഒപ്പം ജനിച്ച മാതിരിയാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ അപ്പം അങ്ങനെ ഒന്നുമല്ലല്ലോ. ആ ഒരു സമയമാണ് ഈ സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പഠനത്തിലേക്ക് അങ്ങ് ഇറങ്ങാൻ തുടങ്ങും. പക്ഷേ പഠനത്തിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് തന്നെയാണ് മിക്കവാറും ഒരുവിധം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും കോൾ ഫോർ ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അഡ്മിഷന് വേണ്ടി വിളിക്കുന്നതും ഈ സമയത്താണ്. ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഒരു എക്സാം ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യുന്ന എക്സാം ഏതാണെന്നറിയോ നമുക്ക്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പിയർ ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാം, കോമ്പറ്റീറ്റീവ് എക്സാം വേറെ ഉണ്ട്, ഞാൻ പറയണത് എൻട്രൻസ് എക്സാം ഏതാ? ആര്? നീറ്റാണോ എന്നാ? ആവാം. നീ എന്താ പറയണത്? നീറ്റാണ? കഴിഞ്ഞ കൊല്ലം മാത്രം 24 ലക്ഷത്തിലധികം പേര് അപ്ലൈ ചെയ്യുകയും 23 ലക്ഷത്തിലധികം പേര് ബോർഡർ ലൈനിൽ വരെ വന്ന് അപ്പിയർ ചെയ്യുകയും ചെയ്ത എക്സാമാണ് ഇത്, നീറ്റ് എക്സാമിനേഷൻ അല്ലേ? എത്ര പേർക്ക് കിട്ടി ഈ പ്രാവശ്യം? 23,000, അറൌണ്ട് 23,900. 1% മാത്രം പോസിബിലിറ്റി അല്ലേ? നമ്മൾ അതാണ് വിശ്വസിക്കുക. നമ്മൾ ആദ്യം എടുക്കുക നെഗറ്റീവാ, എന്നിട്ടേ പോസിറ്റീവിനെ കുറിച്ച് എന്ത് ചെയ്യുള്ളൂ, ചിന്തിക്കുള്ളൂ. ഈ 23,900 കാൻഡിഡേറ്റ്സിന് കിട്ടിയത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട് നീറ്റ് എക്സാമിനേഷനിൽ അല്ലേ? എക്സാമിനേഷന്റെ സ്ട്രക്ചറിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് തികച്ചും സാങ്കേതികമായ കാര്യമാണ്. ഞാൻ അതിന്റെ ഇൻഫർമേഷൻ പാർട്ടിലേക്ക് പോകണം. എന്തിനാ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ആദ്യം ഇതാ നോക്കിയേ, MBBS-ഉം BDS-ഉം നഴ്സിംഗ് കോഴ്സും 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ വന്നത് 8 ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ആ 8 ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ BSc നഴ്സിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഏകദേശം ഒരു 60,000 70,000 വരെ ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ക്വാളിഫൈഡ് ആയി അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഏത്? നീറ്റ് എക്സാം. BSc നഴ്സിംഗ് കേട്ടോ, BSc നഴ്സിംഗ്. ഇതാ വീണ്ടും നോക്കിയേ, MBBS-ഉം BDS-ഉം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അവർ ത്രൂ ആണ്. അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നമുക്ക് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കാം, ഗവൺമെന്റ് MBBS-ൽ എടുക്കാം, ഗവൺമെന്റ് BDS-ൽ എടുക്കാം. പ്രൈവറ്റ് ഉണ്ട്, പഞ്ചായത്ത് മൊത്തം വെക്കേണ്ടി വരും, അമ്മാതിരി ഫീസാണ്. അപ്പോൾ അതുകൊണ്ട് ആ പണിക്ക് ആരും നിൽക്കുന്നത് എനിക്ക് തോന്നണില്ല. ഫീസ് കൊടുത്തൊന്നും അത്ര വലിയ ഫീസൊന്നും കൊടുത്താലും MBBS പഠിക്കും തോന്നണില്ല. അതാ നോക്കിയേ. പിന്നെ വരുന്ന ഏതാ? AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികൾ, ഇപ്പം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് കുട്ടികളോട് പറയുന്നത് AFMC നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ട്രെൻഡുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ PG അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. കാരണം എന്താണെന്നറിയോ? PG അലോട്ട്മെന്റ് ഇൻ ബിറ്റ്വീൻ പേരൊക്കെ എൻ്റെത് പറഞ്ഞു. ഞാൻ കൊച്ചിക്കാരനാ, ഇവിടെ കോഴിക്കോട് തന്നെ താമസിക്കുന്നത്. എൻ്റെ ജോലി നേരം വെളുത്ത് വൈകിട്ട് വരെ, മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുന്നത് മൺഡേ ടു സൺഡേ 24/7 ഈ ഒരൊറ്റ പണി മാത്രമാണ്. എൻ്റെ ഓഫീസിൽ വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് സംസാരിച്ച് അവർക്ക് പറ്റിയ കോഴ്സുകൾ, അവരുടെ ചോയ്സസ്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അത് കറക്റ്റാണോ അല്ലേ, നമുക്ക് പറ്റിയ ഓരോ വിദ്യാർത്ഥിയുടെയും സ്കിൽസിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പണിയുണ്ട്. ഇപ്പം ലാസ്റ്റ് നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി കഴിഞ്ഞ് 1 year 2 years 3 years പ്രിപ്പയർ ചെയ്ത് PG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി MBBS കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻസ് ഏതെടുക്കണം? ഇപ്പോഴത്തെ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ബ്രാഞ്ച് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? മെഡിസിനിലെ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ബ്രാഞ്ച് റേഡിയോ ഡയഗ്നോസിസാ. അത് കഴിഞ്ഞ് വരുന്നത് ഡെർമറ്റോളജിയാണ്. ഡെർമറ്റോളജി ഭയങ്കര ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു പണിയാണ് ഏത്? ഡെർമറ്റോളജി എന്നതുകൊണ്ടാണ് ആളുകൾ എടുക്കുന്നത്. പിന്നെ വരുന്ന ഏതാ? റേഡിയോ തെറാപ്പി അല്ല വരുന്നത്, ജനറൽ മെഡിസിനും അല്ല വരുന്നത്, അനസ്തഷ്യ. അനസ്തഷ്യന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് അനസ്തഷ്യ എടുക്കുന്നത്? ഇങ്ങനെ കുറെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പൊ ഈ ആളുകളായിട്ട് സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ
ഒരു PG അലോട്ട്മെന്റ് പ്രോസസ്സും ഞാൻ സഹായിക്കാറില്ലായിരുന്നു. കാരണം അങ്ങനെ സഹായിക്കാൻ പോയാൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും എൻട്രൻസ് എഴുതി ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ ഒപ്പം ഇരുന്നാലേ അവർ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര ഉണ്ട്, 7000 ചില്ലുവാനം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി കോളേജുകൾ നോക്കി സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഭയങ്കര പണിയാണ്, ഞാൻ ഏറ്റെടുക്കാറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് മാത്രം ചെയ്തു കൊടുത്തിട്ട് അവൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് ഈ വർഷം മൊത്തം എന്തായിരുന്നു, ഞാൻ ആള് വരാതിരിക്കാൻ വേണ്ടി 7000 രൂപ ഫീസ് പറഞ്ഞു ഒരു കുട്ടിക്ക്. 7000, 8000 തരാൻ റെഡിയാ ആളുകൾ. അന്ന് ഞാൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഞാൻ പറയട്ടെ, നിങ്ങളോട് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ, പേടിപ്പിക്കാൻ പറയുന്നല്ല. എന്നോടൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് PG 2 കൊല്ലം പ്രിപ്പയർ ചെയ്തു, എൻട്രൻസ് എക്സാം എഴുതി, 22,000 ചില്ലുവാനം റാങ്ക് ഉണ്ട്. ഈ വർഷം എനിക്ക് എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടിയേ പറ്റൂ. ഞാൻ ചെന്തുപറ്റി 3 ഹോസ്പിറ്റൽസിൽ, മിംസിൽ, ബേബിയിൽ, നിർമ്മല ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ CV കൊടുത്തു. CV കൊടുത്തിട്ട് അവർ പറഞ്ഞ 3 മാസം കഴിഞ്ഞിട്ട് വാ, നമുക്ക് ആലോചിക്കാം. പാഷനേറ്റായ നല്ല കഴിവുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് പ്രിഫറൻസ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്താ, ക്ലിനിക്കൽ എക്സ്പോഷർ അവർക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾക്ക് ചാൻസ് ഇല്ലാതില്ല, അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ ഈ ജൂനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള അവർക്ക് കിട്ടുന്ന ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാലറി. അത് 45,000-ൽ നിന്ന് 40,000-ൽ നിന്ന് 25,000-ലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, കട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, MBBS പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി മെനക്കെടുമെങ്കിൽ, അതിനു വേണ്ടി മരിക്കണ്ട, ജീവിക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക. ഇത് ചെയ്യുമെങ്കിൽ നിങ്ങൾ പോയിക്കോളി. അതല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് എവിടെ കിടപ്പുണ്ട്, നീറ്റ് ത്രൂ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ അഗ്രികൾച്ചർ അത് ആർക്കും വേണ്ടാത്തൊരു കോഴ്സാണ്. വെറ്റിനറി വേണ്ട, അനിയത്തിനെ കണ്ടിട്ട് ഏട്ടത്തിനെ കെട്ടുന്ന ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. ഒരു തൃപ്തി ഉണ്ടാവില്ല മരണം വരെ. സംഭവിക്കാതാ എന്ത് ചെയ്യും, മെഡിസിന് വേണ്ടി മെനക്കെട്ടിട്ട് കിട്ടാണ്ടായാൽ 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ കൊല്ലം അറ്റംപ്റ്റ് ചെയ്യും. അഗ്രികൾച്ചർ മനസ്സോടെ എടുക്കും. സംഭവിക്കുക എന്താ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അതിൽ എക്സൽ ചെയ്യില്ല, പഠനം പോലും മര്യാദ നടക്കില്ല. പക്ഷേ അഗ്രികൾച്ചറിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസിലേക്ക് എന്ത് ചെയ്യാം, പോവാം. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എൻട്രൻസ് എക്സാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനാണ് എങ്കിൽ ഇങ്ങനൊരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്ട്രാറ്റജിയും ഫിലോസഫിയും സെലക്ഷൻ മെത്തേഡുമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. ബാക്കിയൊക്കെ ഫൗണ്ടേഷനാണ്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് AFMC മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ പ്രത്യേകത? 1 ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ടാവും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ 7 കൊല്ലം കമ്പൽസറി സർവീസ് ആണ്, ഇല്ലെങ്കിൽ 20 lakhs കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. 3 കൊല്ലം കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അടക്കം ഇന്ത്യയിലെ ആർമി മെഡിക്കൽ കോളേജ്, ആർമി ഹോസ്പിറ്റൽസിൽ 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് PG പ്രോഗ്രാംസ് ചെയ്യാം എന്നതാണ് അതിൻ്റെ അട്രാക്ഷൻ. PGക്ക് വേണ്ടി നമ്മൾ മെനക്കെട്ട് ഇടങ്ങേറായി കളിക്കുമ്പോൾ ഈ AFMCയിൽ കിട്ടിയ ആൾക്ക് വിത്ത് റിസർവേഷൻ എന്ത് ചെയ്യും, ആർമി മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും എന്ന പ്രത്യേകത. ആ പ്രത്യേകതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AFMC ട്രൈ ചെയ്യാം. ദെൻ അതോടൊപ്പം MBBS, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, MBBS എടുക്കുന്നതിൽ വരുന്നതല്ല നിങ്ങളുടെ കരിയർ ഓപ്ഷൻ, അതിനപ്പുറത്തേക്കുള്ള കരിയർ പ്ലാനും കൂടി ഉണ്ടാക്കിയാലേ വിജയിക്കുള്ളൂ. കാരണം എന്താ, PG കിട്ടാന്ന് പറയുന്നത് ഇപ്പം 80,000 സീറ്റ്സ് ഉണ്ട്, 80,000 മേലെ ഉണ്ട് MBBS സീറ്റുകൾ. ഏതാണ്ട് ഒരു 20,000-ന്റെ അടുത്ത് ഡിപ്ലോമേറ്റ് നാഷണൽ ബോർഡടക്കം DNB അടക്കമുള്ള സ്പെഷ്യലൈസേഷൻസ് അടക്കം സീറ്റുകൾ 20,000-അടുത്തുണ്ട്. ഈ സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ വർഷം പ്രതി മത്സരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കരിയർ പ്ലാൻ ഉണ്ടാക്കാൻ. MBBS എന്ന് പ്രാക്ടീസിലേക്ക് മാത്രമല്ല, MBBS-ൽ നിന്ന് ഇപ്പം നിങ്ങൾ നോക്കി, കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എക്സാം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അത് കേൾക്കരുത്, നിങ്ങൾ കേട്ടാൽ പിന്നെ എൻ്റെ കഞ്ഞൂടി മുട്ടൂല്ലേ. ഈ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചത് തന്നെ നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എക്സാം നടത്തുന്നത് ഏതാണ്ട് 15ഓളം ഇൻ സർവീസ് മെഡിക്കൽ പ്രൊഫഷണൽ സർവീസിലേക്ക് വിളിക്കാൻ വേണ്ടിയാ. ജൂനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിക്കാൻ വേണ്ടി. വെറും MBBS കൊണ്ട് ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ സർവീസ് കൊടുക്കുന്നത് 1 ലക്ഷത്തിന് മേലെ സാലറിയാ. 1 ലക്ഷത്തിന് മേലെ വെറും MBBS കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന അത്തരം ഓപ്ഷൻസിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കണം. AFMC രണ്ടാമത്തെ, ആദ്യത്തെ 10,000 റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആ സാധ്യതയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷിക്കണം, പരിശോധിക്കണം. പിന്നെ MBBS, BDS, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രി, ഫിഷറീസ്, ഫോറസ്ട്രി, ഏത് വഴി മറ്റു കോഴ്സുകളൊക്കെ ഉണ്ട്, ബയോടെക്നോളജി അടക്കം. അത് ഏത് വഴിയാ? കീമ് വഴി. പിന്നെ വരുന്നത് BAMS, BHMS പോലുള്ള ആയുഷ് കോഴ്സുകളും ബിഫാം ആയുർവേദയും ഏത് വഴി? ആയുഷ് മെഡിക്കൽ കൗൺസിലിംഗ് വഴി. പിന്നെ വരുന്നത് വെറ്റിനറി, ഓൾ ഇന്ത്യ കോട്ട സീറ്റ് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫില്ല് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പാരാമെഡിക്കൽ. ശ്രദ്ധിക്കണേ, ഇത് കേട്ടണ്ട, ജിപ്മർ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പോണ്ടിച്ചേരി ഉള്ളതാണ്. അവിടെ ഉള്ള പാരാമെഡിക്കലിൻ്റെ 10-ലധികം ഡിഫറൻ്റ് ആയ കോഴ്സുകളിൽ നീറ്റ് സ്കോർ വെച്ച് അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് എക്സാം എഴുതണ്ട, നീറ്റ് അപ്പിയർ ചെയ്താൽ മതി. ഒരു 450-500 ഉള്ളിൽ വരുന്ന ആളുകൾക്ക് ജിപ്മറിലെ നല്ല വൃത്തിയുള്ള പാരാമെഡിക്കൽ സീറ്റ്സ് എന്ത് ചെയ്യും? കിട്ടും. 450 to 500. അപ്പോൾ നിങ്ങൾ അടുത്ത ചോയ്സ് അത് വെക്കാം. പിന്നെ നോക്കിയാൽ നിങ്ങൾ BS സയൻസ് ത്രൂ ISC, അത് ഇച്ചിരി മെനക്കേടാ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് കീഴിലുള്ള പ്രോഗ്രാമുകൾ, അത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, എൻവയൺമെൻറ്റൽ സയൻസ് ഉണ്ട്, ജിയോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട BS പ്രോഗ്രാം ഉണ്ട്, 4 year ഡിഗ്രി പ്രോഗ്രാം ഹോണേഴ്സ്. അതിൻ്റെ സെലക്ഷനും നടത്തുന്നത് ഈ നീറ്റ് വഴിയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ, MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി ആയിട്ട് ബന്ധപ്പെട്ടത്, വെറ്റിനറി, അലൈഡ് സയൻസ് കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ പ്രോഗ്രാംസ് 421 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് ഈ അഡ്മിഷൻ നടത്തുന്നത്. 20 എയിംസ് ഉണ്ട്, 7 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, 13 ESI ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 8 നഴ്സിംഗ് കോളേജ്, ഒരു AFMC, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് 49. ഡീംഡ് യൂണിവേഴ്സിറ്റി തൊടണ്ട കേട്ടോ, അതിന് രജിസ്റ്റർ ചെയ്യാൻ തന്നെ വേണം 2 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മിനിമം വേണ്ടത് ജിപ്മർ ആണെങ്കിൽ 14 lakhs, ശ്രീ ദേവരാജ് ഏഴ്സ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അതിന് വേണ്ടത് ഏകദേശം 13 ലക്ഷം രൂപ. അതിൻ്റെ മേലെ വരുന്നത് KS ഹെഗ്ഡെ വരുന്നത്, ദെൻ JSS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ 20, 25, 27, 30 lakhs. ഒരു വർഷത്തേക്കായി പറഞ്ഞത്, മൊത്തമല്ല. പഞ്ചായത്തും വാർഡും ഒന്നിച്ച് വിൽക്കേണ്ടി വരും. പിന്നെ കൊതുക് കടിച്ചാൽ, മൂട്ട കഴിച്ചാൽ, അപ്പുറത്തെ കയ്യാലപ്പുറത്ത് തേങ്ങ വീണാലൊക്കെ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കണ്ട, മെറിറ്റി പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ദെൻ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കോളേജുകൾ നീറ്റ് റാങ്ക് കമ്പാരിസൺ നിങ്ങളൊന്ന് നോക്കിയേ. 2018 540 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത് എത്രയായിരുന്നു? 655 കട്ട് ഓഫ്. ഞാൻ പറയുന്നത് അതിലൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു ട്രാൻസ്പെറൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു. മൊത്തം ഒറീസയിലൊക്കെ ഇങ്ങനെ കച്ചവടം വരുന്നു, അങ്ങാടിയിൽ മീൻ വിൽക്കണ മാതിരിയായിരുന്നു. MBBSന്റെ സീറ്റ് 20-നും 25 ലക്ഷത്തിനും. അയ്യോ പറയണ്ട, അങ്ങനത്തെ സംഭവം. അത് മാറുന്ന NMC ഉണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉണ്ടല്ലോ, അവരാണ് എക്സാം നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ കൊല്ലം. പക്ഷേ സാങ്കേതിക പ്രശ്നം കൊണ്ട് അത് വീണ്ടും NTA തലയിൽ തന്നെ ആയി. അപ്പൊ NTA കിട്ടിയ അവസാനത്തെ ചാൻസ് ശരിക്കും അങ്ങനെ ചെയ്ത് മുതലാക്കിയതാ. 1500 കോടിയുടെ കച്ചവടമാണ് നടന്നത്. പോട്ടെ, വിടും. ഈ പ്രാവശ്യം അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. NMC ഏറ്റെടുക്കും, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും എക്സാം. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം സംഭവിച്ചതുപോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല വൃത്തിയായിട്ട് എക്സാം എഴുതി മെനക്കെട്ട് എഴുതിയാൽ ഈ 655 എൻ്റെ ഒരു ഫീലിംഗ് ഒരു 630, 625 വന്നേക്കാൻ സാധ്യതയുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് മെനക്കെടാം. ഇതാ നോക്കിയേ, ഇടയിലും വ്യത്യാസം 605 2022, 2023 611 ലാസ്റ്റ് 23,768 സ്റ്റേ വേക്കൻസി അലോട്ട്മെന്റിൽ വന്നത് 610. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നിങ്ങൾ? 610ഉം 611 റാങ്ക് വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ ഓൾമോസ്റ്റ് 1000 റാങ്കുകളുടെ വ്യത്യാസമാണ് ഒരൊറ്റ മാർക്ക് മലം ചെയ്ത് വന്ന് കയറിയത്. അതുകൊണ്ട് ശ്രദ്ധിച്ചെന്ത് ചെയ്യാം, മെനക്കെടാം. AFMCയിൽ ടോളർ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ലോജിക് ആൻഡ് റീസണിങ്. പേടിക്കണ്ട, വെറും 40 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. റീസണിങ്, ലോജിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യാം. അതിൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. ഇതൊരു സംഭവമാണ് മിലിറ്ററി നഴ്സിംഗ്. ശ്രദ്ധിക്കണേ, മിലിറ്ററി നഴ്സിംഗ് ഈ നീറ്റ് വഴിയാണ്. പൂനെ, കൊൽക്കത്ത, മുംബൈ, ലക്നൗ, ബാംഗ്ലൂരിലുള്ള ആംഡ് ഫോഴ്സിന്റെ കോളേജുകളിൽ ഏകദേശം 220 സീറ്റുകളിലേക്ക് BSc നഴ്സിംഗ് ഫ്രീ അക്കോമഡേഷൻ, യൂണിഫോം, പിന്നെ മൃഷ്ടാനം ഭുജിക്കാം, ഒപ്പം സ്റ്റൈപ്പൻഡും കിട്ടും.
പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ട് നമുക്ക് BSc നഴ്സിംഗ് 4 കൊല്ലം പഠിക്കാം. നേരെ ജോബിലേക്ക് എന്ത് ചെയ്യും? ഒരു നയാ പൈസ, സിംഗിൾ പെന്നി ചെലവാക്കാതെ പഠിക്കാം. അതിനേത് വേണം? നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആവണം. നിബന്ധനകളുണ്ട്. അൺമാരീഡ് ഫീമെയിൽ ആണ്, വിഡോസ് ആണെങ്കിൽ വിതൗട്ട് ചിൽഡ്രൻ, ഡിവോഴ്സി ആണെങ്കിൽ വിതൗട്ട് ചിൽഡ്രൻ. ദെൻ 25 വയസ്സ് വരെ നമുക്ക് ചെയ്യാം. നമുക്ക് 17 മുതൽ റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ചാൻസിൽ +2 പാസ്സായതായിരിക്കണം. ദെൻ 12th മാർക്കൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്ക് സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ലോജിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ടാവും, മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞാൽ സെലക്ഷൻ ആവും. ഈ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറും ഡോക്ടർ ആവല് മാത്രമല്ല, ജനറ്റിക്സിലേക്ക് വരാം, മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വരാം, ബയോമെഡിക്കൽ വരാം, ഫാർമക്കോളജി വരാം, ഇമ്മ്യൂണോളജി വരാം, വൈറോളജി വരാം. ഇന്ത്യയിൽ ഒരു രസകരമായൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സാധനത്തെ കുറിച്ച്? വോണ്ട് ഹീലിംഗ് ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഡിസൈനിങ് മുതലുള്ള സകല സാങ്കേതികതകളും MBBSകാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു എക്സ്ക്ലൂസീവ് ടെക്നിക്കൽ പ്രോഗ്രാം ഉണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ നോക്കിയേ, എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, 3 പേര് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞങ്ങൾ BDS കഴിഞ്ഞാണ്, BDS മംഗലാപുരത്ത് പോയാ പഠിച്ചത്. ഞാൻ ചോദിച്ചത് എന്താണ് വന്നത്, എന്താണ് MDSനെ കുറിച്ച് അറിയാനാ? അല്ല, ഞങ്ങൾക്ക് നാട്ടുകാരുടെ വായിൽ കൈയിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ വായിൽ കൈയിടാൻ ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും കോഴ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു MTech പ്രോഗ്രാം ഉണ്ട്, അതിന് പൊക്കോളാൻ പറഞ്ഞു. ആ കുട്ടി എന്നെ തല്ലാതിരുന്നത് അത് ഫോട്ടോസ്റ്റാറ്റ് പോലത്തെ ഒരു കോപ്പി ആയിരുന്നത് കൊണ്ടാ. സോമാലിയൻ എംപ്ലോയി ഇരുന്നു, അതാ. അല്ലെങ്കിൽ ആ കുട്ടി എന്നെ ചവിട്ടി പള്ളി കളഞ്ഞേനെ. എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ആളെ കളിയാക്കണം, തമാശ ആക്കണം? MTech എങ്ങനെ BDSകാർക്ക് ചെയ്യാൻ പറ്റുക? MTech ചെയ്യാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് MTech ഖരഗ്പൂർ IITയിലും മുംബൈ IITയിലും മണിപ്പാലും വെല്ലൂരൊക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് BDS കഴിഞ്ഞാൽ, BDSകാർക്ക് മാത്രമല്ല, ബിഫാംകാർക്ക് പഠിക്കാം, വെറ്റിനറിക്കാർക്ക് പഠിക്കാം. നോക്ക്, അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡിലേക്ക് മാറാം. MBBS നിന്നും BDS നിന്നൊക്കെ മെഡിക്കൽ പ്രാക്ടീസ് അല്ലാത്ത ഒരുപാട് ഡിഫറൻ്റ് ആയ ഓപ്ഷൻസിലേക്ക് മാറാം. സെന്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എല്ലാ വർഷവും PhDക്ക് വിളിക്കും. ഈ CCMBന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? നമ്മുടെ കൊറോണ കത്തി നിന്ന കാലഘട്ടത്തിൽ അതിൻ്റെ മ്യൂട്ടേഷൻ്റെ 7ാം ഘട്ടത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് ലോകത്ത് വാക്സിൻ നിർമ്മാണത്തിന് സഹായകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത്? സെന്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് PhD കിട്ടും. അതാണ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നില്ല. തൽക്കാലം നമുക്കിത് ഇവിടെ നിർത്താം. നീറ്റാണ് ഒരുവിധം എല്ലാം മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ എൻട്രി റിക്വയർമെന്റ് എന്ന് മനസ്സിലാക്കും. ബാക്കി കാര്യങ്ങൾ സംശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് അതൊരു പാരാവാര. ഫസ്റ്റ് ജോയിന്റ് എൻട്രൻസ് എക്സാം, സെക്കൻഡ് BITSAT അല്ലെ? എന്താ BITSAT? ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിന്റെ അഡ്മിഷൻ ടെസ്റ്റാണ് ഏത്? ഞാൻ പൊതുവെ കുട്ടികളോട് സജസ്റ്റ് ചെയ്യുക JEE ആവാൻ ഒരു കാരണം JEEയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രത്യേകതയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രത്യേകത, BITSന്റെ പ്രത്യേകത. എന്താ BITSന്റെ പ്രത്യേകത അറിയാം? നമുക്ക് 3 ക്യാമ്പസ്, ദുബായിലെ കൂട്ടുമെങ്കിൽ 4 ക്യാമ്പസ്. എന്താ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, എടുത്താൽ പോന്താത്ത ഫീസാ. 6 ലക്ഷത്തിനടുത്ത് ഫീസ് വരും, അത് തന്നെ. പക്ഷെ ആ പ്രത്യേകതക്ക് അപ്പുറം കോർ ഇൻഡസ്ട്രി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും ലീസ്റ്റ് പ്രിഫേർഡ് ബ്രാഞ്ചിൽ പോലും ഭയങ്കര രസകരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, BITSന്റെ പ്രത്യേകത എന്താ? IV ലീഗിലേക്കും ലോകത്തെ ഏറ്റവും QS റാങ്കിങ്ങിൽ ആദ്യത്തെ 50ൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഡയറക്റ്റ് ഫെലോഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് BITSന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഫീസ് കൂടുതലാണെന്നുള്ളത് ഞാൻ മൂന്നാമതേക്കാണ് വെക്കുന്നത്. ഓക്കെ, ഇനി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ക്യുസാറ്റും എടുത്താൽ എന്താ ക്യുസാറ്റിന്റെ പ്രത്യേകത അറിയോ? എന്താ ക്യുസാറ്റിന്റെ പ്രത്യേകത? ക്യുസാറ്റിന്റെ പ്രത്യേകത പറയുന്ന ഒരാൾക്ക് ഞാൻ 2 മിഠായി തരും. ക്യുസാറ്റിന്റെ ഒരു പ്രത്യേകത, ക്യുസാറ്റ് ഏതാ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ മൂക്കിൻ തുമ്പത്തുള്ളതാണ്. എന്താ ക്യുസാറ്റിന്റെ പ്രത്യേകത? ഒരു ക്ലൂ തരാം. ഇന്ത്യയിൽ ഏറ്റവും റെയർ ആയ ഒരു പ്രോഗ്രാം, ഒന്നല്ല 3 ക്യുസാറ്റിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും റെയർ ആയ 3 പ്രോഗ്രാം. അതിൽ ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത് 2 IITകളാണ്. ആ 2 IITകളേക്കാൾ പ്ലേസ്മെന്റ് നമ്പർ വൈസ് ഏറ്റവും കൂടുതലുള്ളത്
ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി വൈസ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇത്. IIT ഖരഗ്പൂരിനേക്കാൾ, IIT മദ്രാസിനേക്കാൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്പർ വൈസ് പ്ലേസ്മെന്റ് ഓഫർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ക്യുസാറ്റ് ആണ്. രണ്ടാമത്തെ കോഴ്സിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമെന്ന് പറയാൻ പറ്റുന്ന ക്യുസാറ്റിന്റെ മേലെ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ, അത് നാഗ്പൂരാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലേസ്മെന്റ് ഉള്ളതുപോലെ തന്നെ എവിടെയുണ്ട്, ക്യുസാറ്റിലും ഉണ്ട്. ആ ഭയങ്കര പ്രത്യേകതയുള്ള 2 കോഴ്സുകൾ ക്യുസാറ്റിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിട്ടു, നിങ്ങൾ പിന്നെ ആലോചിച്ചോളി. ഇതാ വീണ്ടും കീം നമ്മുടെ നാട്ടിലാണ്, VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നിങ്ങൾ IIT ഫീസ് എത്രയെന്നറിയോ? നോൺ ക്രീം ലെയറിൽ 8 ലക്ഷത്തിന് മേലെ പോകുന്ന ആളുകൾക്കെല്ലാം ഫീസ് കൊടുക്കേണ്ടി വരും. ജനറൽ കാൻഡിഡേറ്റ്സിനും ഫീസ് അടക്കണം. 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ മാത്രം IITയുടെയും NITയുടെയും ഫീസ് കുറയും, 40,000-അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ ഫീസ് എത്രയെന്നറിയോ? 2,10,000-അടുത്ത് വരും ഫീസ്. അതേ ആ ഫീസിനേക്കാൾ കുറച്ചാണ് ഇവിടെ വരിക വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. IITകളിലെ ആദ്യത്തെ പ്രീമിയർ IIT 7 എണ്ണം കഴിഞ്ഞാൽ ഞാൻ പ്ലേസ് ചെയ്യുക വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഓരോ റാങ്കിനനുസരിച്ച് IIT 8 എണ്ണം കഴിഞ്ഞാൽ ഞാൻ പ്ലേസ് ചെയ്യുന്നത്, VIT കഴിഞ്ഞാൽ പിന്നെ NIT വാറങ്കലാണ്. NIT വാറങ്കൽ പ്ലേസ്മെന്റിന്റെ ക്വാളിറ്റി കൊണ്ട് IITക്ക് തുല്യമായി നിൽക്കുന്ന സ്ഥാപനമാണേത്, വാറങ്കൽ NIT. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഓർഡർ അനുസരിച്ച്, പ്രിഫറൻസ് അനുസരിച്ച്. പക്ഷേ ഈ NIT കിട്ടിയാൽ മാത്രമേ ഉടലോടെ സ്വർഗത്തിൽ പോകൂ എന്നൊന്നുമില്ല. എവിടെ പഠിച്ചാലും നിങ്ങൾ മിടുക്കന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല കരിയറിൽ എത്തും. അത് നിങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും കുഴപ്പമില്ല. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചൊരു പയ്യനുണ്ട്, കോഴിക്കോട് വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ. റാങ്കിങ്ങിൽ എവിടെയും വരാത്ത കോളേജായിട്ട് പറയുന്ന ഒരു കോളേജാ. ആ കോളേജിൽ നിന്ന് പഠിച്ച ഒരുത്തൻ്റെ കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നു. 5-6 കൊല്ലം മുമ്പ് ആ ചെറുക്കനോട് എഞ്ചിനീയറിംഗിന് പോക്കോ, എവിടെ കിട്ടിയാലും പോക്കോ, മര്യാദക്ക് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ ആക്രാന്തൊന്നും കാണിക്കണ്ട, ഏത് ബ്രാഞ്ച് എടുത്താലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അതും NIT തന്നെ ആവണമെന്നൊന്നുമില്ല, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്ത് പ്രോഗ്രാമിങ്ങിലേക്ക് പോയി സ്വിച്ച് ചെയ്തു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഡേറ്റാ സയൻസ് ഒക്കെ ഡേറ്റാ സയൻസ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു, അതെടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ഇലക്ട്രോണിക്സ് എടുക്കണോ, ഡേറ്റാ സയൻസ് എടുക്കണോ, അതാണ് സംശയം. ഞാൻ പറഞ്ഞു, ഡേറ്റാ സയൻസ് നീ സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്നില്ല, അതൊരു ആഡ് ഓൺ കോഴ്സായിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്തേച്ചാൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഡേറ്റയും ഇലക്ട്രോണിക്സും കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനുള്ള അപ്പർ ഹാൻഡ് എന്താണ്? ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഹാർഡ്വെയറിലേക്കും സ്വിച്ച് ചെയ്യാം, സോഫ്റ്റ്വെയറിലേക്കും സ്വിച്ച് ചെയ്യാം. രണ്ടാമത്തത്, വരാൻ പോകുന്ന മുഴുവൻ ട്രെൻഡുകളും ഏതൊക്കെയാ? ഓട്ടോമേഷൻ. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഏത്? ഓട്ടോമേഷൻ അല്ലേ? റോബോട്ടിക്സ് ഓട്ടോമേഷന്റെ എക്സ്പ്ലനേഷൻ ആണ്. മെക്കട്രോണിക്സ് ഓട്ടോമേഷന്റെ എക്സ്പ്ലനേഷൻ ആണ്. ദെൻ റോബോട്ടിക്സും മെക്കട്രോണിക്സും ഇന്റർനെറ്റ് ഓഫ് തിങ്സും IoT ഓട്ടോമേഷന്റെ വകഭേദമാണ്. അതുകൊണ്ട് ഇതൊന്നും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്നില്ല. ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വിട്ടതാ. നമ്മുടെ ഇവിടെ ഇല്ല, എന്താണ്, തിരുവമ്പാടി അടുത്തുള്ള ഒരു ഇതിനാ. അവൻ 2 ആഴ്ച മുമ്പ് എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അനിയനെയും കൊണ്ടുവന്നതാണ്, ജോലി കിട്ടിയിട്ടുണ്ട്, 2 കൊല്ലം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തു, നിങ്ങൾ പറഞ്ഞ ആദ്യം ഡേറ്റാ സയൻസ് ചെയ്തു, ഖത്തർ പെട്രോളിയത്തിൽ ജോലി കിട്ടിയിട്ടുണ്ട്, 1 മാസം 10 ലക്ഷം സാലറി. എവിടെ പഠിച്ചതാ? വെസ്റ്റിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. IIT തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. സാധ്യമെങ്കിൽ നിങ്ങളുടെ സ്കില്ലൊക്കെ ഒന്ന് തേച്ച് മിനുക്കി എടുത്താൽ നല്ല വെടിച്ചില് പിള്ളേരാ നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിക്കുന്നതാ, കാണുന്നതാ, വർത്താനം പറയുന്നതാ. നല്ല പിള്ളേരാ, നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ബോധം ലെവലേശില്ല. സത്യം, നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. ഞാൻ ഇവരുടെയൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. എന്താ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്നറിയോ? അർബൺ ഏരിയകളിലെ പിള്ളേരൊക്കെ മാറി നിൽക്കണം ഈ പിള്ളേരെ. പക്ഷേ പുസ്തകം തൊടുകയില്ല, പരീക്ഷന്റെ തലേന്ന്. അതൊരു ഔദാര്യ, വേണമെങ്കിൽ നോക്കിക്കോളി, ഞങ്ങൾ പഠിക്കണ്ടട്ടോ അല്ലേ, കാണിക്കാൻ വേണ്ടി. ഒന്നും വിചാരിക്കരുത് കേട്ടാ, ചവിട്ടിക്കൂട്ടണ്ട. എൻ്റെ മോള് +2 ആണ്, അതാണ് ഇത് മുഴുവൻ, ഈ ആട്ടക്കലാശം മുഴുവൻ ഞാൻ കാണുന്നതാ. പോട്ടെ, വിട്ടുകളാം. വീണ്ടും VIT കഴിഞ്ഞ IMU CET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം. ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്നറിയാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൾ ആയിരുന്ന
ലാംബർട്ട് കിഷോർ സാറിൻ്റെ വീട്ടിൽ പോവാ നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മേഴ്സ്ക് എന്നുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ വെസൽസ് സ്വന്തമായിട്ടുള്ള, ലോകത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ഷിപ്പ് ഉള്ളത് അവർക്കാണ്. സ്വന്തമായിട്ട് 600 വെസൽസ് ഉള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കമ്പനിയിലെ ഡബിൾ കേഡറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പം അവിടുത്തെ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. ആ മകൻ പഠിച്ചത് ഈ IMU CET എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഒരു ലോകത്തൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്താ അതിൻ്റെ പേര്, AP മോളർ എന്ന് പറയും. AP മോളർ. നിങ്ങൾ കണ്ടെയ്നറിന്റെ മേലെ കാണാം ബ്ലൂ, ലൈറ്റ് ബ്ലൂവിൽ സ്റ്റാറോട് കൂടി ഒരു പേര് എഴുതി വെച്ചിട്ട് മേഴ്സ്ക് എന്ന് പറയും, MERSK. അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുമ്പ് ഡബിൾ കേഡറ്റ് പ്രോഗ്രാം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. നോട്ടിക്കൽ സയൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നിച്ച് പഠിപ്പിക്കുക, ഒരേ സിലബസിൽ ഒരേ വർഷം, 4 വർഷം കൊണ്ട് ഈ 2 കോഴ്സും ലോകത്ത് പഠിപ്പിക്കുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത്, മേഴ്സ്ക്. അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങോട്ട് മാറാം, മറൈനിലേക്കും മാറാം, നാവിഗേഷനിലേക്കും മാറാം. ഈ IMU CET എക്സാം എഴുതി കഴിഞ്ഞുള്ള 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 3 ഗ്രൂപ്പ് ഓഫ്, 3 എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും 4. 1 മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറി, കൊൽക്കട്ടയും മുംബൈയും. 2 TS ചാണക്യ ട്രെയിനിങ് ഷിപ്പ് ചാണക്യ. 3 വരുന്നത് ആംഗ്ലോ ഈസ്റ്റേൺ. 4 എമ്മറ്റ്. വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഈ 4 എണ്ണം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം, കാരണം ആംഗ്ലോ ഈസ്റ്റേൺ കമ്പനി ഒരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഉള്ള ഒരു ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് DNS എന്നൊരു പ്രോഗ്രാം ഉണ്ട്. IMU CET വഴിയാണ് സെലക്ഷൻ. മക്കളെ 100% പ്ലേസ്മെന്റാണ്. ആ പെർട്ടിക്കുലർ ഏരിയ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിൽ മെറി ശ്രദ്ധിക്കണേ, മെറിയും TS ചാണക്യയും മുമ്പ് ഏകദേശം 10 കൊല്ലം മുമ്പ് ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ. JEE എഴുതിയാൽ കിട്ടുള്ളൂ ആ എക്സാം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ. അത് ഏത് വഴിയാ, IMU CET വഴിയാണ്. പിന്നെ അമൃത, മണിപ്പാൽ, നാറ്റ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. JEEയുടെ വിശദാംശങ്ങളിലേക്ക് ഞമ്മല്ല 23 IITകൾ, 32 NITകൾ, 26 IIIT ഗ്രൂപ്പുകൾ. IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, സ്പാ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, ഈ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏകദേശം ഒരു 37 എണ്ണം ഒന്നിച്ച് അലോട്ട്മെന്റ് കൊടുക്കുന്ന പ്രോസസ്സാണ് ജോയിന്റ് എൻട്രൻസ് എക്സാം. IITകളുടെ എണ്ണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പേപ്പറിന്റെ സ്ട്രക്ചറിലേക്ക് ഞാൻ പോകുന്നില്ല, പേപ്പർ 2 എന്താണ്, അതിന്റെ സാങ്കേതിക, അതിന്റെ പ്രത്യേകത എന്താ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ജോയിന്റ് എൻട്രൻസ് എക്സാം അഡ്വാൻസ്ഡ് വഴിയാണ്. അടുത്ത നോക്കിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം JEE അഡ്വാൻസ്ഡ് വഴിയാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏഴിമലയുടെ ആപ്ലിക്കേഷൻ അങ്ങ് സബ്മിറ്റ് ചെയ്തേക്കണം, കിട്ടണ്ട, സബ്മിറ്റ് ചെയ്തേക്കണം. ഭയങ്കര സംഭവമാണ്. നേവൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ പഠിപ്പിക്കും. എത്ര കൊല്ലം? 4 കൊല്ലം പഠിപ്പിക്കും. അതിൽ 3 കൊല്ലം ടെക്നോളജിയും 1 കൊല്ലം ഇന്റൻസീവ് ട്രെയിനിങ്ങുമാണ് ഡിഫൻസ് അക്കാഡമിയിൽ. അതും കഴിഞ്ഞ് നേരെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ പോലുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നേവിയിൽ ജോലി കിട്ടും. നേവിയിൽ രസകരമായ ഒരുപാട് ജോലികളുണ്ട് മക്കളെ. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു കടലാണ്, ഒരു കടൽ. ഞാൻ പറയട്ടെ, ഇന്ത്യൻ ഡിഫൻസിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? എന്താ ഇന്ത്യൻ ഡിഫൻസിന്റെ പ്രത്യേകത? ഇന്ത്യൻ ഡിഫൻസിന്റെ പ്രത്യേകത ഞാൻ അതൊരു സെമി ഗവൺമെന്റ് ആണെന്നാ പറയാം. ഒരു സെമി ഗവൺമെന്റ് ആണ് ഏത്? ഇന്ത്യൻ ഡിഫൻസ്. 420 വളരെ വ്യത്യസ്തമായ, വളരെ വ്യതിരിക്തമായ, ഇൻട്രസ്റ്റിംഗ് ആയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് ഫാഷൻ ടെക്നോളജി പഠിച്ചാൽ ജോലി കിട്ടും, അറിയോ? ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ ഇന്ത്യൻ ഡിഫൻസിൽ ജോലി കിട്ടും. അവിടെ എന്താ ഫാഷൻ പരേഡ് ഉണ്ടോ? യൂണിഫോം ഡിസൈനിങ്. ഇന്ത്യൻ ഡിഫൻസിൽ BPT പഠിച്ചാൽ ജോലി കിട്ടും നിങ്ങൾക്ക്, ഫിസിയോതെറാപ്പി. ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് ഡെന്റിസ്ട്രി പഠിച്ചാൽ ജോലി കിട്ടും, ഡെന്റൽ കോപ്സ് എന്ന് പറയും. ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് ഷോർട്ട് സർവീസിൽ MBBS കഴിഞ്ഞ ആൾക്ക് ജോലി കിട്ടും. ഇന്ത്യൻ ഡിഫൻസിൽ 50 ജോലികൾ ബിടെക്കുകാർക്ക് മാത്രമുള്ളതാണ്. അതിൽ വളരെ മനോഹരമായൊരു ജോലി ഞാൻ പറഞ്ഞു തരട്ടെ. ബിടെക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ കുട്ടികളെ 24 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വിളിക്കുക. എന്താ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രത്യേകത? ഇന്ത്യൻ നേവി കൊടുക്കുന്ന, ഇന്ത്യൻ നേവി എന്താ ട്രെയിനിങ്ങിന്റെ പേര്? സബ്മറൈൻ കേഡർ എന്നാ പേര്. സബ്മറൈൻ കേഡർ. 1 കൊല്ലം ട്രെയിനിങ് തരും. ആ 1 കൊല്ലത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ജോലി? ഇന്ത്യൻ നേവിയുടെ സബ്മറൈൻസിന്റെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിങ്. നിങ്ങൾ എന്തായി മാറുന്നത്? ഇന്ത്യൻ നേവിയിൽ സബ്മറൈൻ എഞ്ചിനീയറായി മാറും. വളരെ ഡിഫറൻ്റ് ആയ ഒരു ജോബ്.
ഇങ്ങനെ കുറണ്ട്. ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവാം, ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് ATC ആകാം, എയർ ട്രാഫിക് കൺട്രോളർ ആവാം, ഇന്ത്യൻ ഡിഫൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കൽ കേഡറിൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗിൽ വരാം. ഒരുപാടുണ്ട് അങ്ങനെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതുകൊണ്ട് ഈ വഴി കിട്ടിയില്ലെങ്കിൽ പോലും ബിടെക് ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അതിന് അഫ്കാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. എക്സാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് അഫ്കാറ്റ്. അഫ്കാറ്റിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കരുത്. ആംഡ് ഫോഴ്സ് അല്ല, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 3 കേഡറിൽ കിട്ടും. ഫ്ലൈയിങ് കേഡറിൽ, ഗ്രൗണ്ടിൽ, ടെക്നിക്കല്. ഫ്ലൈയിങ്, ഗ്രൗണ്ട്, ടെക്നിക്കൽ. അയ്യോ, ടെക്നിക്കലിൽ പെട്ട ഒരു ജോബ് ഉണ്ട്, അതും കൂടി പറഞ്ഞു തരട്ടെ. ഭയങ്കര രസമാണ്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എയർനോട്ടിക്കൽ ജോബിൽ വരും. എയർനോട്ടിക്കൽ ജോബ് എന്ന് വെച്ചാലേ എയർനോട്ടിക്കൽ പഠിക്കാതെ എയർനോട്ടിക്കൽ എഞ്ചിനീയർ ആവാം. എവിടാ? ഇന്ത്യൻ എയർഫോഴ്സിൽ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. എയർനോട്ടിക്കൽ പഠിക്കാതെ ഇലക്ട്രിക്കൽ പഠിച്ചാലും മെക്കാനിക്കൽ പഠിച്ചാലും ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എയർനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറാം. ആകെ ഉള്ളൊരു പ്രത്യേകത എന്താ? ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർ ആദ്യം പറയാ ശ്വാസം പിടിക്കാനായിരിക്കും. വലിച്ചു നീട്ടി അങ്ങ് പിടിച്ചേക്കണം. നെഞ്ചളവ് 5 സെന്റിമീറ്റർ അങ്ങ് കൂടണം. ചില ആളുകൾ ശ്വാസം പിടിച്ച കാറ്റകത്തേക്കുമില്ല പുറത്തേക്കുമില്ല, വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കണം. അവരെടുത്ത് പുറത്തേക്കിടും. 7 ഐറ്റംസ്, ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട്. ട്രിപ്പിൾ ജമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഡിച്ച് ജമ്പ്. കേട്ടണ്ട? 6 അടി താഴ്ചയിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് 2 കുഴികൾ എടുത്ത് ചാടണം. പോണ പോക്കിൽ കുഴിയിലേക്ക് പോയാൽ അവർ തന്നെ മണ്ണിട്ട് മൂടിത്തരും. മുകളിലൊരു ചന്ദനത്തിരിയും കുത്തും. എന്നിട്ട് വേണമെങ്കിൽ വേദോതും. മക്കളെ, നേരത്തെ മുതൽ എന്ത് ചെയ്യണം? ഒരുത്തം വന്ന ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നോട് ചോദിച്ചേ, സർ നാളെ സിവിൽ സർവീസ് എക്സാം ആണ്. ഞാൻ പറഞ്ഞു, ഓ, കിറ്റ് വല്ലതും കിട്ടാനുണ്ടാ? ഞാൻ പറഞ്ഞു, ജീവൻ രക്ഷാ കിറ്റ് ഉണ്ട് തൊട്ടപ്പുറത്തെ റൂമിൽ, വേണമെന്ന് ചോദിച്ചു. നാളത്തെ എക്സാമിന് ഇന്നാണ് മൂപ്പര് എന്ത് ചെയ്യാൻ പോണത്? പ്രിപ്പയർ ചെയ്യാൻ പോണത്. നിങ്ങൾ അങ്ങനെ ഒന്നുമല്ല, നന്നായിട്ടില്ലേ? ഇന്നലെ മുതൽ നന്നായി. നമ്മുടെ നാട്ടിൽ 2 കാര്യങ്ങൾ വളരെ രസകരമാണ്. ഒന്ന്, കരിയർ ട്രെൻഡ്. കഴിഞ്ഞ കൊല്ലത്തെ അവസാനത്തെ വ്യാഴാഴ്ച വരെ സൈക്കോളജി ആയിരുന്നു. ഇപ്പം മാറി, ഇപ്പം അത് മാറി. ഇപ്പം ഫോറൻസിക്സാ ഭ്രാന്ത്, പുതിയ ഭ്രാന്ത് ഫോറൻസിക്സാ. പിന്നെ പഠനം, അത് തലേന്നേ പഠിക്കും. എങ്ങനെ പഠിച്ചാലും ഒരുത്തം വന്നിട്ട് പറഞ്ഞേ തലേന്ന് പഠിച്ചാലേ ശരിയാവുള്ളൂ. ഞാൻ ചെന്താണ്, ഇന്നലെയൊക്കെ പഠിച്ച സാധനമൊക്കെ ഇങ്ങനെ തലേ കിടക്കണല്ലേ സർ. അത് കിടക്കുമ്പോൾ നമ്മൾ വേറെ കയറ്റി കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. ഓ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇവനോട് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റാം കേട്ടോ. ഇതേ നോക്കി, ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂനെ, കേട്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്? ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിനോട് ചേർന്ന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേട്ടോ? അയ്യോ, ഭയങ്കര പേരാ അതിന്റെ. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും റെയറായ, ഏറ്റവും വ്യത്യസ്തമായ, കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ടൈപ്പ് കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിച്ച ആളാണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസ്. അവർ പഠിച്ച കോഴ്സ് ഏതാണെന്നറിയോ? ഗൈഡഡ് മിസൈൽ ടെക്നോളജി. സ്പെഷ്യലൈസേഷൻ എന്താണെന്നറിയോ? റോക്കറ്ററി ആൻഡ് ക്രയോജനിക്സ്. കുഞ്ഞുങ്ങളെ കണ്ണും കാതും തുറന്നു വെച്ചാൽ വളരെ മനോഹരങ്ങളായ കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മളെ ചുറ്റുപാടും കാണും. വണ്ടറടിച്ച് പണ്ടാറടക്കി പോകും. ഞാനൊക്കെ പ്രാന്തായിരിക്കുക, കോഴ്സുകൾ പഠിച്ച് പ്രാന്താവാന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇത് അങ്ങനത്തെ ഉണ്ട്. ജാമിയ മില്ലിയ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം. എല്ലാ വർഷം, ഈ വർഷത്തെ എക്സാം 22-31 ജാനുവരിയിലും ഏപ്രിൽ 1 മുതൽ 8 വരെയും അഡ്വാൻസ് ജൂണിലുമാണ്. പ്രത്യേകം മെനക്കെടണം, തയ്യാറാവണം. അഡ്വാൻസിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചോ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയകളോ അതിൻ്റെ സ്ലൈഡിങ്ങോ ഫ്ലോട്ടിങ്ങോ അതൊക്കെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. എന്താണ് സ്ലൈഡിങ്, എന്താണ് ഫ്ലോട്ടിങ്, എന്താണ് ഫ്രീസിങ്, ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം ഞാൻ അതിൻ്റെ സാങ്കേതികതകളിലേക്ക് മാത്രം. ജോസ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയാൽ നിങ്ങൾ സ്പാ ഡൽഹി, ഭോപ്പാൽ, വിജയവാഡ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി കൊൽക്കത്ത, IIIT ഭുവനേശ്വർ. ശ്രദ്ധിക്കണേ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ജോസ അലോട്ട്മെന്റിൽ JEE മെയിനിൽ ഒരു 26 IIITകൾ വരുന്നുണ്ട്. 26 IIITകൾ. ഈ IIITക്ക് പുറമെ വേറെ തന്നെ IIITകൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്വാൻസ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ വിളിക്കുന്നു. JEE മെയിനിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ, JEE മെയിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്ന IIITകളുണ്ട്. ഇതെല്ലാം എന്താണ്, വേറെ തന്നെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. നോൺ ജോസ ടീമുണ്ട്.
നോൺ ജോസ. ഇതാ നോക്കിയാൽ നിങ്ങൾ, ജോസ വഴിയല്ല, ഇവര് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത്. ജോസയിൽ നിങ്ങളത് കാണില്ല. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് പറഞ്ഞു, രാജീവ് ഗാന്ധി പറഞ്ഞു, ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, ഇതൊക്കെ വഴി. കുസാറ്റിൽ വരുന്ന ഡിഫറെന്റ് ആയ കോഴ്സ്. ചോദ്യം, ദി ക്വസ്റ്റ്യൻ റിമെയിൻസ്, ഏതാ നിങ്ങൾ പറയും, കേക്കട്ട് മുത്തേ, എന്താണ്, ഏതാണ്? മിഠായി ഞാൻ തന്നെ തിന്നേണ്ടി വരും. ആര്? ആ നീ തന്നെ കറുത്ത മഫ്ത. എന്താ നീ പറഞ്ഞത്? നല്ല വർത്താനം കേട്ടോ. എന്താ അവളുടെ ബുദ്ധി, ഒടുക്കത്തെ ബുദ്ധി ഉണ്ടാക്കി കുട്ടിയുടെ. കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞപ്പോ വ്യത്യസ്തമായ കോഴ്സായിട്ട് വരാൻ സാധ്യതയുള്ള ഏതാ? LLB. അതിനൊരു കയ്യടി വേറെ കൊടുക്കണം കേട്ടോ. നല്ല മോളാ അവള്. അവളുടെ ബുദ്ധി പോയതുണ്ടോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് റെയർ അല്ലല്ലോ മോളെ, അത് സർവ്വവ്യാപിയാണ്. റെയർ ആയൊരു സാധനമുണ്ട്, IIT-യിലുള്ള ഒരു കോഴ്സ്. ആര്? സോറി, വയറ് നിറച്ചും ബുദ്ധിയാട്ടോ നിനക്ക്. ഷിപ്പ് ബിൽഡിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അവൾക്ക് 2 മിഠായി പോകുമ്പോ വാങ്ങണം കേട്ടോ എൻ്റെ ഇന്ന്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യയിൽ വളരെ റെയർ ആയ കോഴ്സുകളിൽ ഒന്നാണ്. ഏത്? എന്താ പണി? ഷിപ്പ് ഉണ്ടാക്കുക, കപ്പൽ ഉണ്ടാക്കുക. പൊളിക്കും ഇല്ലേ? ആ കോഴ്സൊക്കെ പഠിച്ചാൽ നീ ഉണ്ടാക്കിയ കപ്പൽ കൊച്ചിയുടെ കായലിലൂടെ ഇങ്ങനെ തേരാപ്പാര പായണതെന്ന് ആലോചിച്ച് നോക്കിയേ. ഓ ഭയങ്കര. നോക്ക്, പിന്നെ വേറൊരു കോഴ്സ് ഉണ്ട്. ഏതാ? ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. മൂന്നാമത് റെയർ ആയ ഒരു കോഴ്സ് ഉണ്ട്, അത് റിസർച്ച് പ്രോഗ്രാമാണ്. ഏതാണത്? MSc ഫോട്ടോണിക്സ്. അടിപൊളി. അങ്ങനത്തെ കുറെ ഉണ്ട് കേട്ടോ. LLB വരുന്നുണ്ട്, BVOC പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് സയൻസ് പ്രോഗ്രാം. ഈ കുസാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ നിങ്ങൾ? ലാസ്റ്റ് പത്രത്തിൽ വന്നതാ. കുസാറ്റിന് ഒരു ഗ്ലോബൽ പ്രത്യേകത ഉണ്ട്. പത്രമൊക്കെ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത് അധിക പ്രസംഗ. കാണാറുണ്ടോ പത്രം? വലിയൊരു പേപ്പർ പോലത്തെ സാധനം. ഒരാൾ രാവിലെ വന്നിങ്ങനെ എറിയും അല്ലേ? അറിയാണ്ട് മൂന്നൊക്കെ തട്ടിയിട്ടുണ്ടോ? സംഭവിക്കാതിരിക്കട്ടെ. ഹലോ, ദേ 2 ആഴ്ച മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നു. വേൾഡ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളെ സെലക്ട് ചെയ്തപ്പോൾ ആദ്യത്തെ 5% വരുന്ന, ശ്രദ്ധിക്കണേ, ഗ്ലോബൽ സയന്റിസ്റ്റുകൾ ആദ്യത്തെ 5% വരുന്ന 3 പേര് കുസാറ്റിന്നാ. ഗ്ലോബൽ റാങ്കിങ്ങിൽ ഏറ്റവും നല്ല മിടുക്കരായ 5% സയന്റിസ്റ്റുകളിൽ 2 പേർ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഐസറും നൈസറും കിട്ടിയില്ലെങ്കിൽ ഉടനെ എവിടെ അപേക്ഷിച്ചേക്കണം? MG യൂണിവേഴ്സിറ്റിയും കുസാറ്റിൽ അപ്ലൈ ചെയ്തോളി. ഇതിപ്പോ ഈ കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു പയ്യൻ, ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന്റെ മകൻ, അവന് കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി കിട്ടി. കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിൽ കുസാറ്റിൽ നിന്ന് നേരെ ഫിസിക്സും കഴിഞ്ഞ് ചെറുക്കൻ ചാടിയത് എങ്ങോട്ടാ? കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി. അവിടെ എന്താണ്? റിസർച്ച് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു ജോലി. റിസർച്ച് അസോസിയേറ്റ്. ഒരു മാസം കിട്ടുന്നു 1,20,000 രൂപ സ്റ്റൈപ്പൻഡ്. ചെലവൊക്കെ കഴിഞ്ഞ് 40,000 ചെറുക്കൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരിക്കുക. എന്നിട്ട് ബാപ്പനോട് പ്രത്യേകം പറഞ്ഞ് അതെടുത്ത് ഉപയോഗിക്കരുത്, അവിടെ സേവ് ചെയ്ത് വെച്ചോളി, എനിക്ക് വണ്ടി എടുക്കാനുള്ളതെന്ന്. ദേ അങ്ങനെ കിട്ടും. നാട്ടിൽ മുഴുവൻ പട്ടിപിടുത്തക്കാരാ. ഉഗാണ്ടയിൽ കൊണ്ടുപോവാം, മൊസാംബിക്കിൽ കൊണ്ടുപോവാം. ദാ പാലും തേനും ഒഴുകുന്ന താഴ്വാരങ്ങളിൽ നിങ്ങൾക്ക് അതിജീവിക്കാം. മുന്തിരി പടർപ്പുകൾക്കുള്ളിൽ ഉറുമ്പ് കടി കൊള്ളാം എന്നൊക്കെ പണ്ടും പറയും. പോയേക്കരുത്. 19 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഒക്കെ നിങ്ങളുടെ ഇത് വാങ്ങും. അതേ അവര് പറയൂ, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നിങ്ങളോട് എന്ത് ചെയ്യില്ല, പറയില്ല. കാരണം എന്താ? കമ്മീഷൻ പോവും. അതുകൊണ്ടാ അങ്ങനത്തെ ഒരുപാട് സംവിധാനം ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. കുസാറ്റ്, BTech നേവൽ ആർക്കിടെക്ചർ, സേഫ്റ്റി എഞ്ചിനീയറിംഗ്, മെറൈൻ, ഫോട്ടോണിക്സ് പോലുള്ളത്. അതിന്റെ എക്സാമിനേഷൻ വരും അടുത്ത് തന്നെ. ശ്രദ്ധിക്കണം. ബിറ്റ്സാറ്റ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്, കോർ ബ്രാഞ്ചുകൾ എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് 4 സെന്ററുകൾ അവർക്കുണ്ട്. ഒന്ന് പിലാനി ക്യാമ്പസ് ഉണ്ട്, 2 ഗോവ ക്യാമ്പസ് ഉണ്ട്, ഹൈദരാബാദ് ക്യാമ്പസ് ഉണ്ട്, ദെൻ ദുബായ് ക്യാമ്പസ്. നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഇച്ചിരി പൈസ ഉള്ള ഇതേ അങ്ങോട്ട് പോകണ്ട. പിന്നെ വിറ്റി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നാറ്റ എക്സാമിനേഷൻ, ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ. അത് നിങ്ങൾ 2 ടെസ്റ്റുകൾ മിനിമം എഴുതണം. ഏതൊക്കെയാ? നാറ്റ എഴുതണം, പിന്നെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ പേപ്പർ 2 എഴുതണം. പേപ്പർ 2-ൽ ആണ് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. ഏതാ?
പ്ലാനിങ്ങിനുണ്ട്, ആർക്കിടെക്ചറിനുണ്ട്. 400 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസാ. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഇത് എഴുതണം. ഇതെഴുതി 400-ൽ 250-നുള്ളിൽ വരുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആർക്കിടെക്ചർ ഏതെങ്കിലും ഒരു NIT-യിലോ SPAയിലോ ഉറപ്പായിട്ടും കിട്ടും. 300-നടുത്ത് എങ്ങാനും വാങ്ങി നോക്കും നിങ്ങൾ. SPA ഡൽഹിയിൽ കിട്ടും, സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ഡൽഹിയിൽ കിട്ടും. അതൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ബിടെക് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, IMU CET പറഞ്ഞതാണ്, എലിജിബിലിറ്റി ഒക്കെ പറഞ്ഞ് നമ്മൾ ഇനി ഈ ടെസ്റ്റ്. നമുക്കെപ്പോഴും ചില ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, നീറ്റും JEEയും പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്ട്സുകളുണ്ട് കുറെ. അതിലൊരു ബൈ പ്രോഡക്റ്റ് ആണ് ഏത്? നെസ്റ്റ്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ബേസിക് സയൻസിൽ റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ടെസ്റ്റ് എഴുതണം. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് 4 ഭാഗങ്ങളാണ് വരിക. 4 കോഴ്സ്: ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. 2 സ്ഥലത്ത് 145ഓളം സീറ്റുകൾ. MCQ ആയിട്ട് വരുന്ന ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് 4ഉം എഴുതണം. ഏറ്റവും കൂടുതലുള്ള മാർക്കുള്ള 3 മാത്രം റാങ്കിൽ എടുത്തിട്ട്, റാങ്കിന് കുറവ് മാർക്കുള്ളത് ഒഴിവാക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 3 എടുത്ത് റാങ്ക് ഉണ്ടാക്കും. റാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയാൽ ഇത് ഇതുപോലെ ഇരിക്കും. അയ്യോ, അങ്ങനെ കുത്തിയിരിക്കേണ്ടി വരുന്നല്ല പറഞ്ഞത്. നടക്കിയിരിക്കുന്ന ആ കുട്ടിയെ നോക്കിയാൽ നിങ്ങൾ, മുത്ത പൂച്ചക്കുട്ടിയല്ല, പെൺകുട്ടി. നോക്ക്, പൂച്ചക്കുട്ടിയല്ല, പെൺകുട്ടി കേട്ടാ. നമ്മുടെ വടകരക്കാരുത്തിയാ. അയ്യോ, വടകരക്കാരുത്തിയാ. വടകര കോപ്പറേറ്റീവ് ബാങ്കിൽ സാധാ ജോലി ചെയ്യുന്ന ഒരാളുടെ മകളാ അത്, അശ്വതി ശിവൻ. ദേ ഇവിടുന്ന് MSc ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് കിട്ടിയത് ഏതാ? സാപ്പിയൻസ യൂണിവേഴ്സിറ്റി മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടി. മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടി. അവിടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും 2 പ്രാവശ്യം വീട്ടിൽ വന്ന് പോകാനുള്ള ടിക്കറ്റ് ഫ്രീ, ഫുഡ് ഫ്രീ, താമസം ഫ്രീ, പുറമേ 1,03 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ അങ്ങ് തിരുവാമ്പാടിക്ക് അപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂരാച്ചുണ്ടൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടിവാരത്തോ ഒരു 10 ഏക്കർ റബ്ബർ വാങ്ങിയിടാൻ പറഞ്ഞു. ഇടവിളയായിട്ട് കൃഷി ചെയ്യാം, ഇഞ്ചി. അത് പറിച്ചാൽ പോലും പൈസ, ഒരു ജോലിയും കിട്ടിയില്ലെങ്കിലും ഈ 1 കോടി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും എന്ത്? മാസത്തിൽ ജീവിക്കാനുള്ള പൈസ. കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി അടുത്തത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു 10 ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. 10 ലിസ്റ്റ്. ആ വർഷം നൈസറിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടിയ ഫെലോഷിപ്പുകളാണ്. 4ാമത്തെ കുട്ടി ഒന്ന് വായിച്ചു നോക്കിയേ. സാഗ്നിക് ദത്ത, കോർണൽ യൂണിവേഴ്സിറ്റി, യെയിൽ യൂണിവേഴ്സിറ്റി, ബ്രൗൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ, പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. 7 യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കുട്ടി ആകെ കൺഫ്യൂഷൻ അടിച്ചുപോയി. ഇതിൻ്റെ ഒരു 10 ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കാണിച്ചു തരാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പൈസ കൊടുക്കാണ്ട് 1 കോടിയും 1.5 കോടിയും 2.5 കോടിയും ഫെലോഷിപ്പ് കിട്ടും ഇങ്ങോട്ട്, എന്നിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞില്ലേ. അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? നൈസർ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? നൈസർ ഒന്നും കിട്ടണ്ട, നിങ്ങളുടെ നാട്ടിലുള്ള കുസാറ്റ് പഠിച്ചാൽ മതി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? ഇപ്പൊ ഉണ്ട് നമ്മുടെ MG യൂണിവേഴ്സിറ്റി. ഈ അടുത്ത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫെല്ലോക്ക് കിട്ടി. കൊണ്ടോട്ടിൽ ഒരു പയ്യൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് കിട്ടിയത് പത്രത്തിൽ വായിച്ചായിരുന്നോ? സ്റ്റൈപ്പൻഡ് എത്രയെന്ന് കണ്ടോ? 19 കോടി, 19 crores. ഒരു ബമ്പർ അടിച്ച മാതിരിയാ. ബമ്പർ അടിച്ചാൽ എല്ലാം ഇൻകം ടാക്സും അതും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആകെ 12 കോടി 3 ലക്ഷം 30 ലക്ഷം കിട്ടുക. ഇതല്ല, 19 കോടിയാ ബമ്പർ അടിച്ചത്. കൊണ്ടോട്ടിക്കാരൻ, ചെറുക്കൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ അനിയനാ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. മക്കളെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവൻ 10 തലയുമായി ജനിച്ച രാവണനൊന്നുമല്ല ബുദ്ധിയുടെ കാര്യത്തിൽ. ഒരു സാധാ ടിപ്പിക്കൽ കൊണ്ടോട്ടി മലപ്പുറം സയൻസ് പാഷനേറ്റായ ഒരു പയ്യൻ, സയൻസിൽ പാഷനേറ്റായ ഒരാൾ. എൻ്റെ സുഹൃത്തുണ്ട്, എൻ്റെ കോഴിക്കോട് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ വരാന്തയിൽ ഒരു പയ്യൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ബാലസുബ്രഹ്മണ്യം ഇപ്പൊ പഠിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവയില. ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവയിൽ PhD ആണ് ചെയ്യുന്നത്. മക്കളെ, എല്ലാ വർഷവും വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിക്കുന്ന സർവേ റിപ്പോർട്ടിൽ 2022 സർവേ എന്തായിരുന്നു അറിയോ? വേൾഡ് മൈഗ്രേഷനെ കുറിച്ചായിരുന്നു. മൈഗ്രേഷൻ റിപ്പോർട്ട് എന്ന് പറയും. ലോകത്ത് ഒരുപാട് വിദഗ്ധർ എഴുതിയ ആ സർവേ റിപ്പോർട്ടിൽ ഏക മലയാളി, ഏക ഇന്ത്യക്കാരൻ ലേഖനം എഴുതിയത്, കോൺട്രിബ്യൂട്ട് ചെയ്തത് ബാലസുബ്രഹ്മണ്യമാണ്, തൃശ്ശൂർക്കാരൻ. നിങ്ങളെ പോലെ 98%, 99 ഫുൾ മാർക്ക് വാങ്ങിയല്ല, വെറും 95% ഉള്ളൂ. 95% മാർക്ക് വാങ്ങി പാസ്സായവൻ.
അവൻ ഡൽഹി യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ ഒരു കോളേജിൽ പഠിച്ചു, ഹൻസ് രാജിൽ. അത് കഴിഞ്ഞ് നേരെ പോയത് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവയിൽ. 2.5 കോടിയാണ് സ്റ്റൈപ്പൻഡ്. 2.5 കോടി. പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, നല്ല മേഖലയിൽ വിതൗട്ട് എന്താ പറയാ സ്പെൻഡിങ് മണി, ഐ മീൻ എക്സ്പെൻസസ് നമുക്ക് എത്താം. ISC ബാംഗ്ലൂരിൽ പഠിക്കാം. ഇച്ചിരി ലേശം പണിയാണ്, എന്നാലും ഒന്ന് ആഗ്രഹിക്കാം, മെനക്കെടാം. ലോക റാങ്കിങ്ങിൽ നോക്കിയാൽ നിങ്ങൾ സ്മോൾ യൂണിവേഴ്സിറ്റി 8th പൊസിഷൻ, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഏഷ്യ 27th പൊസിഷൻ, ബെസ്റ്റ് ഇൻ ഇന്ത്യ 1st പൊസിഷൻ. ഏതാ? QS റാങ്കിങ്ങാ. ആ റാങ്കിങ്ങിൽ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാച്ചിലർ സയൻസ് പ്രോഗ്രാം ഏതൊക്കെ ഉണ്ട്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിക്കൽ സയൻസ്, എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, JEE, നീറ്റ്, IIT. ഏതാ IIT? എന്താ IIT? പേരെന്താ? ഷാഹിദ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പൊളിയാ ചെറുക്കൻ. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാംഗ്ലൂർ ISCയിൽ കയറാം, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ നോക്കി പോകാൻ പറ്റുന്ന കുറേ സാധനം. ഐസർ റിസർച്ചിൽ BSMS പ്രോഗ്രാംസ് എന്തൊക്കെയാ? ഐസർ ഭോപ്പാലിലുണ്ട്, ദെൻ കൊൽക്കട്ടയിൽ, മൊഹാലി, പൂനെ, തിരുപ്പതി, ട്രിവാൻഡ്രം. അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇക്കണോമിക് സയൻസ്. ശ്രദ്ധിക്കണേ, BTech എഞ്ചിനീയറിംഗ് അല്ല, എഞ്ചിനീയറിംഗ് സയൻസ് ആണ്. BTech ഇക്കണോമിക് സയൻസ്, സോറി BS ഇക്കണോമിക്സ് ആണ്. അത് കുറച്ചുകൂടി ഒരു അപ്ലൈഡ് സയൻസ് മോഡലാണ്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോവാം. IIT എഴുതിയിട്ട് IITന്റെ സാങ്കേതികതയിലേക്ക് പോകുന്നില്ല. ഇനി വരുന്ന സാധനമാണ് ഏത്? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിൽ എത്ര സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് അറിയോ? ഇന്ത്യയിൽ എത്ര സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്? 54. ഈ 54-ൽ 52 എവിടെ വരുന്നുണ്ട്? CUET വരുന്നുണ്ട്. 52 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 200-ലധികം പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, 1500-ലധികം പ്രോഗ്രാംസ് ഓഫ് സ്റ്റഡീസ്, 1500-ലധികം കോഴ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. JNU, DU, അലിഗഡ്, ജാമിയ, ബനാറസ് ഹിന്ദു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി, ഐക്കാറിന്റെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ഇതുവഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഓരോന്നിനും പ്രത്യേകത ഉണ്ട്, ഓരോന്നിനും. നോക്കിയേ, സയൻസിന് ഏറ്റവും ബെസ്റ്റാണ് HCയും DUം. സയൻസ് പഠിക്കാൻ ഐസറും നൈസറും കിട്ടിയില്ല എങ്കിൽ ജീവിതം കോഞ്ഞാട്ടേ ആവില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 80-ലധികം കോളേജുകളിൽ ആദ്യത്തെ 20 കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, വിദേശ ഫെലോഷിപ്പുകൾ കിട്ടും. വിദേശ ഫെലോഷിപ്പ് എന്താ? ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പ്രത്യേകത വിദേശ ഫെലോഷിപ്പ് കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സർവേ റിപ്പോർട്ട് ഈ അടുത്ത് പുറത്തു വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിവരം എന്താണെന്നറിയോ? കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ 30% എന്ത് ചെയ്യുന്നു? കോളേജ് ഇട്ടെറിഞ്ഞ് തിരിച്ചു പോയിരുന്നു. കാരണം എന്താ? ഒരുത്തം പറഞ്ഞത് ശരിയല്ല. അവിടെ ഞാൻ ചെന്ന ഒരു ചപ്പാത്തിക്ക് ഭയങ്കര കട്ടിയാണ്, സുദർശന അക്രം പോലത്തെ ഒരു സാധനം എറിഞ്ഞ ആള് ചത്തുപോകും. പിന്നെ പറഞ്ഞെന്താണ്? സാമ്പാർ വാങ്ങി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ പെറ്റ തള്ള കണ്ട കരിഞ്ഞു പോകും. കാരണം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. വെണ്ടയും വഴുതനെ അന്തം വിട്ട് മുകളിലോട്ട് നോക്കിക്കിടക്കും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാനിങ്ങ് പോകും. ചെറുക്കൻ ചെന്നത് ചപ്പാത്തി കഴിക്കാനാ, പഠിക്കാനല്ല. അമ്മാതിരി ആറ്റിറ്റ്യൂഡും കൊണ്ടൊക്കെ പോയാൽ എവിടെ എത്തൂല. നിങ്ങൾ ശ്രദ്ധിക്കണം കാലാവസ്ഥ. അപ്പൊ ഡൽഹിയുടെ ഒരു പ്രശ്നം എന്താ അറിയോ? പൊല്യൂഷൻ, ഡസ്റ്റ് പൊല്യൂഷൻ അല്ലേ? ഡൽഹിയുടെ വേറൊരു പ്രശ്നം എന്താ? വൃത്തി നമ്മുടെ ഇവിടെ ഉള്ളത് പോലെ ഒന്നും ഉണ്ടാവൂല. ചെലവ്, അവിടെ ഹോസ്റ്റല് അകത്ത് കിട്ടിയില്ലെങ്കിൽ പുറത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? മിനിമം 15,000 രൂപ വേണം. രാജകീയമായി ജീവിക്കാൻ പോകണമെന്നല്ലോ, ഷെയറൊക്കെ ചെയ്ത് ജീവിക്കാം. പഠിക്കാൻ തീരുമാനിച്ച മക്കൾ ഇത്രയും മനോഹരമായ സിറ്റുവേഷൻസ് ഒരുക്കി തരുന്ന, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ സയൻസിന് JNU, HCU, ജാമിയ മില്ലിയ, അലിഗഡ്. JNU അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ. ജാമിയ മില്ലയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള സകല അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും CUET വഴിയല്ല, അവർ തന്നെ നടത്തുന്ന എക്സാം വഴിയാണ്. 7 പ്രോഗ്രാമേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി CUET വഴി തരുന്നുള്ളൂ. അതുകൊണ്ട് ലാംഗ്വേജിന് JNU, HCU, ലൈബ്രറി ഇന്ത്യ ഏഷ്യയിൽ തന്നെ ഏറ്റവും നല്ലത് അലിഗഡ്. നമ്പർ ഓഫ് കോഴ്സസ് അലിഗഡിലും BHUലും. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ ഏഷ്യയിലെ നമ്പർ 1. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണ്. ഏത്? HCU. ജേർണലിസം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏത്? ജാമിയ മില്ലിയ
ഇസ്ലാമിയ ഏജ ഇൻസ്റ്റിറ്റ്യൂട്ട്, AJ കിദ്വായി ഇൻസ്റ്റിറ്റ്യൂട്ട്. AJ കിദ്വായി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്ത് വ്യതിരിക്തമാവുന്ന എന്തുകൊണ്ടാ? ലണ്ടൻ മീഡിയ സ്കൂൾ ഫെലോഷിപ്പ് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കുറെ സാധനങ്ങളെ കുറിച്ചൊരു ധാരണ, ഇംഗ്ലീഷ് സ്പെസിഫിക് എടുത്താൽ ഇത് പറയാം, ദെൻ സോഷ്യോളജി സ്പെസിഫിക് എടുത്താൽ ഇത് പറയാം, ഹിസ്റ്ററി സ്പെസിഫിക് എടുത്താൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മീഡിയ കോഴ്സുകൾ എടുത്താൽ IMC സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്ക് എല്ലാത്തിനും നമുക്ക് അങ്ങനെ റാങ്ക് ചെയ്യാം. എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ബിസിനസ് സ്കൂളുകൾ, ദെൻ ലോ കോളേജുകൾ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റാങ്ക് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പോവാം. CUETക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം, CUETയിൽ ഭയങ്കര കൺഫ്യൂഷൻ വരും, ഏത് കോഴ്സിന് ഏത് പേപ്പർ, അതാണ് പ്രശ്നം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം, നിങ്ങൾ സയൻസ് സ്ട്രീം ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ ഒരെണ്ണം എന്തായാലും കൊടുക്കുക. ഇംഗ്ലീഷ് നോ ഡൗട്ട്, ലാംഗ്വേജ് പേപ്പർ ഒരെണ്ണം കൊടുക്കുക. സിമ്പിൾ ആണ്, നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കേണ്ട. ലാംഗ്വേജ് പേപ്പർ ഒരെണ്ണം എടുക്കുക, ജനറൽ ടെസ്റ്റ് എന്തായാലും എഴുതുക, ഡൊമൈൻ സബ്ജക്റ്റുകൾ മിനിമം 3 എണ്ണം എന്ത് ചെയ്യുക, എടുക്കുക. ഈ 3 എടുത്ത് അപ്പൊ ഒന്ന് നോക്കിയേ, 5 പേപ്പർ എഴുതാനുണ്ടാവും. ഏതൊക്കെ ആയിരിക്കും? ലാംഗ്വേജ് 1, ഇംഗ്ലീഷ് 2, ഡൊമൈൻ സബ്ജക്ട് 3 എണ്ണം, 4 ജനറൽ ടെസ്റ്റ്. കണ്ണും പൂട്ടി 5 എണ്ണം എന്ത് ചെയ്തേക്കണം, എഴുതിയേക്കണം. ചില യൂണിവേഴ്സിറ്റികളിൽ ജനറൽ പേപ്പർ മാത്രം മതി, ചില യൂണിവേഴ്സിറ്റിയിൽ ലാംഗ്വേജ് മാത്രം മതി, ചില യൂണിവേഴ്സിറ്റിയിൽ ലാംഗ്വേജും ജനറൽ പേപ്പറും മാത്രം മതി, ചില യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷും ഡൊമൈൻ സബ്ജക്റ്റിൽ മാത്സും മാത്രം മതി. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് 4, 5 എണ്ണം എഴുതാം, ഡൊമൈൻ സബ്ജക്റ്റ് 3 എണ്ണം എടുക്കുക. ഐക്കാർ ശ്രദ്ധിക്കണേ, ഐക്കാർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം, അബദ്ധങ്ങൾ പറ്റുന്നതാ. പല കുട്ടികളും മണ്ടത്തരം കാണിച്ചു നോക്കും. ഐക്കാർ എഴുതാൻ, ഐക്കാറിന് ഈ പ്രാവശ്യം നമ്മൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി CUETയിൽ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. CUETയിൽ ഐക്കാർ വന്നപ്പോൾ ഉള്ള പ്രത്യേകത എന്താ? മുമ്പും ഇപ്പോഴും നമ്മൾ വ്യത്യാസം എന്താ? ഐക്കാറിന്റെ നീറ്റ് വഴി സെലക്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ഐക്കാറിൽ 2 ടൈപ്പ് കോഴ്സുണ്ട്. മാത്സ് ഓറിയന്റഡ് കോഴ്സും ഉണ്ട്, ബയോളജി ഓറിയന്റഡ് കോഴ്സും ഉണ്ട്. ബയോളജി ഓറിയന്റഡ് കോഴ്സാണ് ഏത്? അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഫോർ എക്സാമ്പിൾ. മാത്സ് ഓറിയന്റഡ് ഏതാ? അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി ഫോർ എക്സാമ്പിൾ. ഈ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അന്ന് ഐക്കാറിന്റെ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതുമ്പോൾ ഒന്നുകിൽ PCM അല്ലെങ്കിൽ PCBA കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനല്ല. CUET വന്നപ്പോൾ പ്രത്യേകത എന്താ? CUETയുടെ പ്രത്യേകത എന്താ? ഐക്കാർ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യാനാണെങ്കിലും ജനറൽ ടെസ്റ്റ് എഴുതുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുക, പ്ലസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 എണ്ണം ചൂസ് ചെയ്തേക്കണം കണ്ണടച്ച്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഐക്കാറിന്റെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. രണ്ടും വ്യത്യസ്തമാണ്. വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിന്റെ സാങ്കേതികതയിലേക്ക് പോകുന്നില്ല. അപ്പൊ പാർട്ട് എയിൽ ലാംഗ്വേജ്, പാർട്ട് ബിയിൽ ബിയിൽ ലാംഗ്വേജ്, പാർട്ട് 2 സബ്ജക്ട് ഡൊമൈൻ ടെസ്റ്റ്, പാർട്ട് 3 ജനറൽ ടെസ്റ്റ്. ശ്രദ്ധിക്കണം, ഇതുപോലൊരു ടെസ്റ്റ് വേറെ വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ വേറെ വരാം. ഇതുപോലൊരു ടെസ്റ്റ് CUCETയുടെ പേപ്പർ നോക്കിയാൽ മതി. ഐക്കാർ CUETന്റെ എലിജിബിലിറ്റിയും അതിന്റെ സ്ട്രക്ചറും ഒക്കെ വേറെ. പിന്നെ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന എക്സാം. ഇനി മറ്റു കുറെ എക്സാമുകളുണ്ട്. അതിലൊരു എക്സാം നിങ്ങൾ നോക്കിയാൽ, ഞാൻ ഇത് ഇനി ശ്രദ്ധിക്കണം, ഞാൻ വേഗം നിർത്തും. ഇനി ശ്രദ്ധിക്കണം, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ലോകത്തേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങൾ പ്രാന്തായി പോകും. എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ UG ലെവലിലും PG ലെവലിലും എഴുതാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായ, വളരെ രസകരമായ കോമ്പറ്റേറ്റീവ് എക്സാം. ഒന്നാമത്തെ എക്സാം കണ്ടോ? ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ഫിസിക്സ് ഡിഗ്രി പഠിച്ച ആളുകൾക്ക്, ഫിസിക്സ് PG പഠിച്ച ആളുകൾക്ക്, മാത്സ് ഡിഗ്രി പഠിച്ച ആൾക്ക് മാത്സ് PG, കമ്പ്യൂട്ടർ സയൻസ് BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾക്കുള്ള ഒരു എക്സാം ആണ് ഇത്. ജസ്റ്റ് ഈ എക്സാം ബിടെക്കുകാർക്കും എഴുതാം. ഇന്ത്യയിലെ 33 പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നിച്ച് നടത്തുന്ന എക്സാമാണ് ഇത്, ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. എന്തിനൊക്കെ ഉള്ളതാ? ഗ്രാവിറ്റേഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി, റിലേറ്റിവിറ്റി, പ്ലാസ്മ, ന്യൂക്ലിയർ, സോളാർ ഹൈ എനർജി, ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോജിയോളജി, കണ്ടൻസ് മാറ്റർ ഫിസിക്സ്, സോഫ്റ്റ് മാറ്റർ ഫിസിക്സ്, അങ്ങനെ പോയി ഫിസിക്സിന്റെ 50ലധികം സ്പെഷ്യലൈസേഷനിലും തിയറട്ടിക്കൽ മാത്തമാറ്റിക്സിലും തിയറട്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസിലും റിസർച്ച് ചെയ്യാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയറായ 33 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കുന്ന എക്സാമാണ് ഇത്, ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. CFSL എന്താ? CFSL സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ്സ്. ശ്രദ്ധിക്കണേ, ഡോക്യുമെന്റേഷൻ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് ഡോക്യുമെന്റേഷൻ സയൻസ് എന്നാ പറയാ. സൈബർ ഫോറൻസിക്സ് ഇല്ലേ, അത്
ഫോറൻസിക് ഫിസിക്കൽ സയൻസ്, ഫോറൻസിക് ബയോളജിക്കൽ സയൻസ്, ഫോറൻസിക് കെമിക്കൽ സയൻസ്, 4 മേഖലകളിൽ നിങ്ങൾക്ക് 3 കൊല്ലം റിസർച്ച് ചെയ്യാം. സ്റ്റൈപ്പൻഡോടെ കംപ്ലീറ്റ് ചെയ്ത ജോലി. ഇത് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല. ഇത് അടുത്ത് നോക്കിയേ, ഗേറ്റ്, ഇനാറ്റ്, ഇന്ത്യ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, GATP ടെസ്റ്റ്, ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ബയോടെക്നോളജി, ISRO ജൂനിയർ സയന്റിസ്റ്റ് എക്സാം, DRDO ജൂനിയർ റിസർച്ച് ഫെല്ലോ എക്സാം, ബാർക്ക് ബാബ അറ്റോമിക്സ് പോസ്റ്റ് എംഎസ്സി ട്രെയിനിങ്, സ്റ്റൈപ്പൻഡറി ട്രെയിനിങ്, അങ്ങനെ കുറേ ഉണ്ട് അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ. ദെൻ ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഹ്യൂമാനിറ്റീസുകാരുണ്ട് ഇവിടെ? ഹ്യൂമാനിറ്റീസ് ഉണ്ടോ? ഈ സാധനം ഒന്ന് നോക്കട്ടോ. ICMR എന്താ? ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഇയാൾ എന്ത് പൊട്ടനാണ്? ICMR എന്ന് പറഞ്ഞ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അവർക്കുള്ളതല്ലേ? അല്ല, അവര് നടത്തുന്ന ജൂനിയർ റിസർച്ച് ഫെല്ലോ എക്സാമിൽ 20% ഹ്യൂമാനിറ്റീസിനാ. 20% ഹ്യൂമാനിറ്റീസ് എന്ന് പറയണ്ട, സോഷ്യൽ സയൻസ്, സോഷ്യോളജി പഠിച്ച ആൾക്കും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ ഫെലോഷിപ്പ് എക്സാം എഴുതാം. ഇതൊക്കെ കുറെ ഉണ്ട് പറയാൻ. ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റ് ബയോടെക്നോളജി എലിജിബിലിറ്റി, GPAT, ഫാർമസ്യൂട്ടിക്കൽ, OCES, ആ എക്സാം ഒന്ന് കേൾക്കണേ മക്കളെ. ഗൂഗിൾ അമ്മായിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാന്ന് അമ്മായിനോട് അമ്മായി പറയും, കുറെ ഉണ്ട് മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നാഷണൽ ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറി പോയി പഠിച്ചോളി, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചോളി, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൽ പോയിട്ട്, അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, ആറ്റമിക് ഫിസിക്സോ ന്യൂക്ലിയർ ഫിസിക്സോ ന്യൂക്ലിയർ സയൻസോ പഠിച്ചാൽ നിങ്ങൾ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവൂല. ഒരു സംശയമില്ല, 100% ആവൂല. കാരണം എന്താ? അത് റിസർച്ച് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണോ? ഈ എക്സാം എഴുതണം. ഏതാ? OCES ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ആ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ 1 കൊല്ലം നിങ്ങളെ പഠിപ്പിക്കും. 1 കൊല്ലം മാസം 56,000 രൂപ വെച്ച് ഇങ്ങോട്ട് പോക്കറ്റ് മണി തരും. അത് കംപ്ലീറ്റ് കഴിഞ്ഞ് 12 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് C ഗ്രേഡ് സയന്റിഫിക് ഓഫീസറായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിൽ ജോലി ചെയ്യണം. ഇല്ലെങ്കിൽ 10 ലക്ഷം രൂപ അവരെന്ത് ചെയ്യും? കോമ്പൻസേഷൻ വാങ്ങും. വിടൂല, വീട്ടിലേക്ക് വിടൂല. അവിടെ പിടിച്ചെടുത്ത് പോലീസ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലീസ് ഒരു ദയലോത്തവന്മാരാ, അടിച്ച് പഞ്ഞിക്കിട്ട് കളയും. അതുകൊണ്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ജോലി കിട്ടും. ജോലി എത്ര? 80,000 രൂപ സാലറി മാസം ജോലി കിട്ടും. ആർക്ക് എഴുതാന്നറിയോ എക്സാം? ബിടെക്കുകാർക്ക് എഴുതാം. ആർക്ക് എഴുതാമെന്നറിയോ എക്സാം? ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് എഴുതാം, കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് എഴുതാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ബോട്ടണി പഠിച്ചവർക്ക്, സുവോളജി പഠിച്ചവർക്ക്, മൈക്രോബയോളജി പഠിച്ചവർക്കൊക്കെ ഈ ടെസ്റ്റ് എഴുതിയിട്ട് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാം. അമ്മായിനോട് ചോദിച്ചാൽ അമ്മായി പറയും, ഈസ് ഇറ്റ് പോസിബിൾ ടു ബിക്കം എ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആഫ്റ്റർ MSc മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ബ്ലണ്ട് ആയിട്ട് എന്ത് ചെയ്യും? നോന്ന് എന്ത് ചെയ്യും? അമ്മായി പറയും. പക്ഷേ OCES പറയണ എന്താ? പഠിക്കാൻ പറ്റുന്ന. ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ മിനിമം എനിക്കൊരു സന്തോഷം തോന്നി. എന്താണെന്നറിയോ? ഞാൻ എവിടെ പോയി ക്ലാസ് എടുക്കുന്നോ ആ സ്കൂളിലെ സുവോളജി ടീച്ചേഴ്സും ബോട്ടണി ടീച്ചേഴ്സും അത് കഴിഞ്ഞ് എന്നെ കാണാൻ വരും. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീ പണിക്ക് വരില്ലായിരുന്നു എന്ന് പറയും. ഞാൻ പറയും പേടിക്കണ്ട, നിങ്ങളിപ്പോൾ ഈ പിള്ളേരെ പഠിപ്പിച്ചിട്ട് അതിലേക്ക് എത്തിക്കാൻ നോക്കുക, അപ്പോൾ ശരിയായിക്കോളും എന്ന് പറയും. നോക്ക്, OCES എക്സാം, IIAPAT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അഡ്മിഷൻ ടെസ്റ്റ്, GBILS ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ലൈഫ് സയൻസ് എക്സാം. മക്കളെ 22 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഫെലോഷിപ്പ്. അതും BSc കഴിഞ്ഞ് നേരിട്ട് MSc പഠിക്കാം. MSc പഠിക്കാം എന്നുള്ളതല്ല അതിന്റെ അട്രാക്ഷൻ. അതിന്റെ അട്രാക്ഷൻ എന്താണെന്നറിയോ? MSc പഠിച്ചുകൊണ്ടിരിക്കെ 25,000 ഇങ്ങോട്ട് പോക്കറ്റ് മണി വാങ്ങാം. അങ്ങനത്തെ കുറെ എക്സാംസ്, സീഡ് ഡിസൈനിങ്ങിലുള്ള എക്സാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ ഫെലോഷിപ്പ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഫെലോഷിപ്പ്. ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഒരു ഫെലോഷിപ്പ് എക്സാം. വീണ്ടും ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് എക്സാം. അങ്ങനെ കുറെ എക്സാമുകളുണ്ട്. ഇനി കോമ്പറ്റീവ് എക്സാം വീണ്ടും നീറ്റ്, JEE ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞല്ലേ? NCTE ഒരു എക്സാമിന്റെ പേര് ഇതാ, ന്യൂക്ലിയർ സയന്റിസ്റ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്, രസകരമായ ഒരു എക്സാം. ഈ എക്സാമിനെ കുറിച്ച് അറിയോ? ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ 10 മിഠായി തരും ഞാൻ. ഈ എക്സാമിനെ കുറിച്ച് ഒരാളെങ്കിലും എന്നോട് പറയണം. ക്ലൂ തരാം. ക്ലൂ പറഞ്ഞു കൊടുക്കരുത്. കോപ്പി അടി പറ്റൂല. NCTE എന്താ എക്സാം? NCET സോറി. ഒരു മാറ്റമുണ്ട്, ചെറിയൊരു മാറ്റം.
NCET, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. കഴിഞ്ഞ കൊല്ലം മുതൽ തുടങ്ങിയതാണ്. NCT സ്റ്റാർട്ട് ചെയ്ത, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്താണ്. കോഴ്സിന്റെ പേര് ITUP. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. മക്കളെ, അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ, കേരളത്തിൽ സകല കോളേജുകളിലും ഏത് സാധനം വരും? ITUP വരും. എന്താ സാധനം? എന്തോന്നാ അത്? ബേസിക് ഡിഗ്രിയും സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതിന്റെ ബേസിക് ഡിഗ്രിയും ടീച്ചർ എഡ്യൂക്കേഷനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കിയ ഒരു കോഴ്സാണ് ഏത്? ITUP എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ആ കോഴ്സ് എവിടെയെന്നുള്ളതെന്ന് അറിയോ? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. IIT ഖരഗ്പൂരിൽ. IIT ഖരഗ്പൂർ. നിങ്ങളുടെ നാട്ടിലുണ്ട് ആ കോഴ്സ്. ഇവിടെ തൊട്ടടുത്ത്. എവിടെയാ? NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള, കാസർഗോഡ് ഉണ്ട്. കേരള NCET എന്ന് പറഞ്ഞാൽ എക്സാമാണ്. IIT-കളും NIT-കളും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനുകളും പാറ്റേൺ ഓഫ് എക്സാം നോക്കിയാൽ നിങ്ങൾ നല്ല രസകരമായ പാറ്റേണാണ്. ലാംഗ്വേജ് 2 എണ്ണം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ്, ഡൊമൈൻ സ്പെസിഫിക് 3 സബ്ജക്റ്റുകൾ, 160 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, 180 മിനിറ്റ്. ഇന്ത്യയിൽ IIT ഖരഗ്പൂർ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, NIT കാലിക്കറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയും, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി കേരള, NIT ട്രിച്ചി വരെ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു 5 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യും? B.Ed എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാവും. TTC എന്ന് പണ്ട് പറഞ്ഞിരുന്ന DLED 3-4 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവും. അതുകൊണ്ട് ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടീച്ചർ ആവാൻ താല്പര്യമുള്ള ആളുകൾ. മറ്റൊന്ന് IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ആർക്കെങ്കിലും അറിയോ ഈ കോഴ്സിനെ കുറിച്ച്? IPM-നെ കുറിച്ച് ഒരൊറ്റ ക്ലൂ തരട്ടെ ഞാൻ, ഒരൊറ്റ ഇൻഫർമേഷൻ. ഇൻഡോർ IIM-ൽ കഴിഞ്ഞ കൊല്ലം പാസ് ഔട്ടായ ഈ 2 മെർജ് ചെയ്ത MBA-യും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒക്കെ മെർജ് ചെയ്ത അവിടുത്തെ MBA-കാരടക്കമുള്ള മുഴുവൻ കുട്ടികളും പാസ് ഔട്ടായി വന്ന കുട്ടികളിൽ ആദ്യത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് 100 കാൻഡിഡേറ്റ്സിന് കിട്ടിയ മിനിമം ആവറേജ് സാലറി 39 lakhs. ആവറേജ് സാലറി 39 lakhs. ടോട്ടൽ 578 പേർക്കും കിട്ടിയ ആവറേജ് സാലറി 23 lakhs. 23 ലക്ഷം രൂപ സാലറി കിട്ടും മിനിമം. എന്നാലോചിച്ച് നോക്കിയേ, ആ കോഴ്സാണ് ഇത്. അത് ഏതാണ്? ഇന്റഗ്രേറ്റഡ് 5 year പ്രോഗ്രാം. പക്ഷെ ഇതിന്റെ ഫീസ് കേട്ടാൽ പിന്നെ വഴിക്ക് ഒരുത്തനും പോവുകയല്ല. കാരണം എന്താ? 15 ലക്ഷം പ്ലസ് 18 കൂടി എത്രയായി? 33 ലക്ഷമായി. വീട് മൊത്തം വിറ്റാൽ പോലും എന്ത് ചെയ്യൂല? കിട്ടൂല. പക്ഷേ ഞാൻ പറയേണ്ടത് അങ്ങനെ വിറ്റാലും കുഴപ്പമില്ല എന്നാ ഞാൻ പറയാ. അഡ്മിഷൻ കിട്ടിയാൽ അപ്പൊ അത് 4-5 IIM-കളിലുണ്ട്, റോക്തക്കിലുണ്ട്, ഇൻഡോറിലുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ക്വാണ്ടിറ്റേറ്റീവ്, വെർബൽ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും ലോജിക്കലും. കുറച്ചുകൂടി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 stages ആയിട്ടാണ് വരിക. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി MCQ, വെർബൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരുന്ന 3 സ്ട്രക്ചറിൽ വരുന്ന ടെസ്റ്റ്. ഇതേ കോഴ്സ് തന്നെ IFT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൽ BBA, വളരെ വ്യത്യസ്തമായ ഒരു കോഴ്സാണ് ഏത്? BBA ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്. ഇങ്ങനെ കുറെ എക്സാമുകളുണ്ട്. ഇതാ നോക്കി, NCHMC ജോയിന്റ് എൻട്രൻസ് എക്സാം, IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് അറിയാം. ഈ എക്സാം കേട്ടണം നിങ്ങൾ. 71 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 11,500 സീറ്റുകൾ, 12 എണ്ണത്തിൽ പഠിക്കാൻ ചേരുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി 14,000 മുതൽ 18,000 രൂപ വരെ മാസം സാലറി വാങ്ങി നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനത്തെ സംവിധാനങ്ങൾ അതൊക്കെ ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ക്ലാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, AILET, LSAT, CLE എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ക്ലാറ്റ് എക്സാമിനേഷൻ വരുന്നത് 22ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ LLB പഠിക്കാൻ. അതിന്റെ സ്ട്രക്ചർ വിശദാംശങ്ങൾ പിന്നെ പറയാം. UCയുടെ എക്സാം വിളിച്ച് കഴിഞ്ഞു. ഡിസൈനിങ് കോഴ്സുകൾക്ക് NIFT ഉണ്ട്. സർവീസ് എക്സാം ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. വയനാട് ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന കേശവേന്ദ്രകുമാർ IAS-ന്റെ ബാച്ചിലുണ്ടായിരുന്ന IAS-കാരൻ ഗോവിന്ദ് ജയ്സ്വാൾ IAS. അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയോ? 48ാമത്തെ വയസ്സിൽ 2006 474 സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിൽ 48ാമത്തെ റാങ്ക് വാങ്ങി സിവിൽ സർവീസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ആളാണ്. റിക്ഷാ പുള്ളറിന്റെ മകൻ. ഞാൻ അതിലേക്കല്ല പറയുന്നത്. സിവിൽ സർവീസ് എക്സാമുകളുടെ കൂട്ടത്തിൽ സിവിൽ സർവീസ് ഏറ്റവും പ്രധാനമാണ്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ സിവിൽ സർവീസ് എക്സാം എഴുതണം, പ്രിപ്പയർ ചെയ്യണം. പക്ഷെ സിവിൽ സർവീസിനെ കുറിച്ച് 2 മിത്തുകളുണ്ട്. എന്താ മിത്തുകൾ? എന്താ മിത്ത്? എന്താ
സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ 6ാം ക്ലാസ് മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ PSCയുടെ ബുക്കും കൊണ്ട് വന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ശുദ്ധ മണ്ടത്തരം. ആ മണ്ടത്തരത്തിനൊന്നും ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ സിവിൽ സർവീസിനെ കുറിച്ച് ബോധം വരുന്നത് അപ്പം മുതൽ പ്രിപ്പയർ ചെയ്യുക. 40ാമത്തെ വയസ്സിൽ തുടങ്ങരുത് കേട്ടോ. അപ്പം മക്കളെ പഠിപ്പിച്ചാൽ മതി, സ്വന്തം പഠിക്കാൻ പറ്റൂല. സിവിൽ സർവീസ് എക്സാമിന്റെ 2ാമത്തെ മിത്ത് ഏതാ? ഭയങ്കര ജനറൽ നോളജ് വേണം. കേരളത്തിൽ കിഴക്കോട്ടൊന്ന് ഒഴുകുന്ന നദി, പടിഞ്ഞാട്ട് ഒഴുകുന്ന നദി, തെക്കോട്ട് ഒഴുകുന്ന നദി, വടക്കോട്ട് ഒഴുകുന്ന നദി. കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എങ്ങോട്ട് ഒഴുകാത്ത നദികളാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായാലേ സിവിൽ സർവീസ് കിട്ടൂ എന്നുള്ളത് ശുദ്ധ മണ്ടത്തര. പത്രം തന്നെ കാണാത്തവനോടാണ് പത്രം വായിക്കണമെന്ന് പറയണത്. ഞാൻ പറഞ്ഞ മക്കളെ, കറണ്ട് ഇഷ്യൂസ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ബോധമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യും? സിവിൽ സർവീസ് കിട്ടും. സിവിൽ സർവീസിന്റെ റിയാലിറ്റി ഉണ്ട്, അത് നിങ്ങളോട് ആരും പറയില്ല. എന്താ റിയാലിറ്റി? സിവിൽ സർവീസ് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ 90%നും ഒന്നുകിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോമ്പറ്റീവ് എക്സാം എന്ത് ചെയ്യും? കിട്ടും. സിവിൽ സർവീസ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂവിന് പങ്കെടുത്തൊരു സുഹൃത്തിനെ എനിക്കറിയാം. ഇന്റർവ്യൂവിന്റെ തലേന്ന് എന്നെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. മഞ്ചേരിക്കാരൻ, ഉമ്മ മരിച്ച്, ഇന്റർവ്യൂ നാളെയാണ്, എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിച്ച് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേരെ ഇന്റർവ്യൂ പ്രിപ്പയർ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് അറ്റംപ്റ്റാ. റിസൾട്ട് വന്നപ്പോൾ 6 മാർക്കിനാണ് എന്ത് ചെയ്തത്? ഇന്റർവ്യൂ പോയത്. പക്ഷേ ആ വർഷമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഫണ്ടുള്ള KS വിളിച്ച് ഇൻ സർവീസ് കോട്ടയിൽ ഫസ്റ്റ് റാങ്ക് അവനായിരുന്നു, മഞ്ചേരിക്കാരൻ. ഇപ്പൊ ഡെപ്യൂട്ടി തഹസിൽദാറാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ. എന്തെങ്കിലും ഒന്ന് കിട്ടും. ഞാൻ പറഞ്ഞ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതണം, തമാശക്കെങ്കിലും. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ എന്താ വിളിക്കുക, എന്താ വരിക? 3 tier എക്സാമിൽ 200 മാർക്ക്, ആദ്യത്തേൽ 2ാമത്തേൽ 390. എന്താണ് ആ ടെസ്റ്റ്? അതിലെന്താ വരുന്നത്? ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ് 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മക്കളെ, അത് കോംപ്ലക്സ് മാത്സ് അല്ല. ആൽജിബ്രയും ട്രിഗണോമെട്രിയും കാൽക്കുലസും ഇന്റഗ്രേഷനും ഒന്നും ചോദിക്കില്ല. 2, 4, 6, 8 അടുത്തത് ഏതാണ്? ബിയുടെ അച്ഛനാണ്, ബിയുടെ അപ്പൂപ്പനാണെങ്കിൽ അച്ഛനാരും അമ്മയാരും, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അത് തന്നെ കറക്റ്റ് ചോദിക്കുന്നില്ല. 1 കിലോ പഞ്ഞി 1 കിലോ ഇരുമ്പ്, ഭാരം കൂടുതൽ ഏതിനാണ്? ഇനി അത് അന്വേഷിച്ച് പോകണ്ട. ആ ചോദ്യം കണ്ടില്ല നമ്മൾ എന്നെ തല്ലാൻ വന്നേക്കരുത്. ഞാൻ മോഡൽ പറഞ്ഞതാ. ആ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി ഒന്ന് കണ്ണ് തുറന്ന് വായിച്ചു നോക്കിയേ. അസിസ്റ്റന്റ് ഇൻകം ടാക്സ് ഓഫീസർ, ഇതാ നോക്കിയേ നിങ്ങൾ. ഇൻസ്പെക്ടർ CBI, ഇതാ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. നമ്മുടെ നാട്ടിൽ കുറെ നാൾ ഓടിയടന്ന ഒരു ടീമില്ലേ, എന്താ അത്? ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൽ ജോലി കിട്ടും. ഇനി മനോഹരമായൊരു ജോലി പറയട്ടെ ഞാൻ, അടിപൊളി. ഈ ടെസ്റ്റ് എഴുതി പാസ്സാവുന്ന ആൾക്ക് ഇന്ത്യൻ എംബസികളിൽ വിദേശത്ത് സെക്ഷൻ ഓഫീസറായിട്ട് ജോലി കിട്ടും. 8 കൊല്ലം വൃത്തിയായിട്ട് കുരുത്തക്കേട് കാണിക്കാണ്ട് പണിയെടുത്താൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആവും. അതുകൊണ്ട് ഈ എക്സാം അറിയപ്പെടുന്നത് ഇന്ത്യൻ മിനി സർവീസ് എക്സാം എന്നാ. പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഗൈഡൻസ് കൊടുത്ത് വിട്ട് ഇപ്പൊ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന, ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ CBIയിൽ വർക്ക് ചെയ്യുന്ന 3 പേരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. അവർ ഗൈഡ് ചെയ്യും നിങ്ങളെ, അവർ ഹെൽപ്പ് ചെയ്യും. തുടങ്ങുക, പ്രിപ്പയർ ചെയ്യുക. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തൊരു കുട്ടിയുണ്ട്, പെൺകുട്ടി. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് വാപ്പനെ വിളിച്ചോണ്ടും വരാൻ പറഞ്ഞു. ഒന്നും പറയാണ്ട് വാപ്പനെ വിളിച്ചോണ്ടും വരാൻ പറഞ്ഞു. വാപ്പനെ വിളിച്ചിട്ട് വന്ന് വാപ്പ വന്നോ എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുപോയിക്കോ, ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. വാപ്പ പേടിച്ചു പോയി. വാപ്പ പറഞ്ഞു നല്ല മോളാണ്, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ. ഞാൻ പറഞ്ഞു ഒരു കുരുത്തക്കേടും കാണിച്ചില്ല, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എഴുതിപ്പിക്ക്. ജോലി കിട്ടിയില്ലെങ്കിൽ 4 കൊല്ലം നഷ്ടപരിഹാരം ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. ആ കുട്ടി ഇതേ കഴിഞ്ഞ കൊല്ലം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അന്ന് എന്നെ വാപ്പനെ വിളിപ്പിച്ചപ്പോൾ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നൈയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്, നന്ദി പറയാനാണ് വിളിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഗൈഡൻസ് കൊടുത്താൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വിട്ടിയോളി, ആ കുട്ടികളെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു 5 പേരെങ്കിലും ഞാൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ എഴുതി ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ടെസ്റ്റ് അത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ടെസ്റ്റ്. അയ്യോ, നാഷണൽ ഡിഫൻസ് അക്കാഡമി എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതല്ലാത്ത ഒരു സാധനമുണ്ട്, ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെ വരണില്ലേ? ഈ സാധനം ടെക്നിക്കൽ എൻട്രി സ്കീം, TES എന്ന് പറയും. TES കുട്ടികളെ അത്യാവശ്യം ആരോഗ്യമുള്ള ടെക്നോളജി ഇൻട്രസ്റ്റ് ഉള്ള ആൺകുട്ടികളൊക്കെ ഈ ടെസ്റ്റ് എന്ത് ചെയ്യണം? എഴുതണം. ഈ ടെസ്റ്റ് എഴുതണ്ട, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ മെയിൻസ് എഴുതിയാൽ മതി. മെയിൻസ് ആണ് ഒരു ക്വാളിഫിക്കേഷൻ. പിന്നെ SSBയും അത് പ്രിപ്പയർ ചെയ്യണം. കുറെ പണിയുണ്ട്. കട്ട് ഓഫ് വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും. എഞ്ചിനീയറിംഗ്. ഇനി വേറൊരു സാധനം കൂടി പറഞ്ഞിട്ടെ, അതിന്റെ ഇടയിൽ പറഞ്ഞെന്നുള്ളൂ. ഇതാ നോക്കിയേ, ഫയർ ട്രെയിനിങ് കോഴ്സ്.
എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ശ്രദ്ധിക്കണേ, 16 ആഴ്ച നടത്തുന്ന ഒരു കോഴ്സാ. എലിജിബിലിറ്റി +2 സയൻസ്. ശ്രദ്ധിക്കണം, +2 സയൻസ് എത്ര ശതമാനം? 50%. ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഡിപ്ലോമ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഫയർ, 30 വയസ്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, നെഞ്ചളവ് 5 മീറ്റർ കൂടണം. അല്ല, 5 മീറ്റർ കൂടണം, വേണ്ട 5 സെന്റിമീറ്റർ ആക്കിക്കൂടി. അങ്ങനെ കൂടി ശ്വാസമൊക്കെ പിടിച്ച് കൂടി കഴിയുന്ന ആളുകൾക്ക് ഈ ടെസ്റ്റ് എഴുതി പാസ്സായാൽ 4 കൊല്ലം പഠിച്ചിട്ട് എയർപോർട്ട് അതോറിറ്റി ജോലി കൊടുക്കും. വേറൊരു കോഴ്സ് നോക്കി, സബ് ഓഫീസേഴ്സ് കോഴ്സ്, NFSC, നാഷണൽ ഫയർ സർവീസ് കോളേജ്. ഞാൻ കുസാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഫയർ എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞിട്ടാണ് കുസാറ്റ് വരാന്ന് പറഞ്ഞില്ലേ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത്? നാഷണൽ ഫയർ സർവീസ് കോളേജ്, നാഗ്പൂർ ഉള്ളതാ, നാഗ്പൂർ. ഈ കോളേജിൽ ഒരു കോഴ്സ് ഉണ്ട്, ഇതുണ്ടോ, ഷോർട്ട് ടൈം കോഴ്സാ, ഫയർ എഞ്ചിനീയറിംഗ്. NFSC കണ്ടക്ട് ചെയ്യുന്ന 33 ആഴ്ച, 2 ബാച്ച്, 30 കുട്ടികളെ വീതം സെലക്ട് ചെയ്യും. എനി ഡിഗ്രി ഓർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് കഴിഞ്ഞ ആളുകൾ അപ്ലൈ ചെയ്യാം, ജോലി ഉറപ്പാണ്. IBPS ഉണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണം, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം ഇൻ ബിറ്റ്വീൻ പറയട്ടെ, ദി എക്സാം. എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ടെസ്റ്റ് എഴുതണം, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം. ഈ എക്സാം എഴുതി പാസ്സായാൽ കുറേ സാധനങ്ങൾ പറയാണ്ട് ഒറ്റ സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ടേ വായിച്ചു നോക്കിയത് നിങ്ങളത്. 1, 2, 3, 4, 5, 6. എന്താ 6? 6 എന്താ? ഉറക്കെ വായിക്കും, ഉറക്കെ. ഇന്ത്യൻ നേവൽ ആർമമെന്റ് സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം എഴുതി പാസ്സാവുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ജോലി എന്താണെന്നറിയോ? ഇന്ത്യൻ നേവിയുടെ കീഴിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഫാക്ടറിയിൽ വെപ്പണറി എഞ്ചിനീയർ ആവും. പൊളി. നേരിട്ട് ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ് നേരിട്ട് ജോലിയാ, മെക്കാനിക്കൽ കഴിഞ്ഞ് നേരിട്ട് ജോലിയാ. എന്തുണ്ടാക്കല? ബോംബ് ഉണ്ടാക്കൽ, നല്ല മുഴുത്ത ബോംബ് ഉണ്ടാക്കുക. എന്നിട്ട് ആരുടെയെങ്കിലും തലയെ കൊണ്ടിടാനല്ല, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാ, ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടി ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അങ്ങനത്തെ കോഴ്സാ. ജൂനിയർ വെപ്പണറി എഞ്ചിനീയർ ആവും, ജൂനിയർ വെപ്പണറി എഞ്ചിനീയർ. വെപ്പണറി പഠിക്കാൻ കോഴ്സ് ഉണ്ട്, അതറിയോ നിങ്ങൾക്ക്? കോഴ്സ് ഉണ്ട്. എന്റെ പൊന്ന്, എന്തൊക്കെ കോഴ്സാ! ഒരു കോഴ്സിന്റെ പേരാണ് സ്പെഷ്യൽ വെപ്പൺസ്, ഒരു കോഴ്സിന്റെ പേരാണ് നേവൽ വെപ്പൺസ്. കോഴ്സ് നേവൽ വെപ്പൺസ്, അത് പഠിപ്പിക്കുന്നുണ്ട് DIIT-ൽ. അതിലേക്കൊക്കെ ഞാൻ പോകുന്നില്ല. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനെ കുറിച്ച് പഠിക്കുക. വേറൊരു എക്സാം, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം. വായിച്ചു നോക്കിയേ, ഇതിലൊരു ജോലി കണ്ട, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഡെപ്യൂട്ടി കൺസർവേറ്റേഴ്സ് ഓഫ് ഫോറസ്റ്റ്. 3ാമത്തെ വായിച്ചു, ഇന്റർനാഷണൽ സർവീസസ് റെപ്രസെന്റിംഗ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മൊസാംബിക്കില്, കെനിയയിലൊക്കെ ഇല്ലേ, വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം. ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്താണ് മസായിമാരെ, എന്താണ് ഞാൻ പറയാ, കെനിയയിലൊരു പുലിയും ചെന്നായും കാട്ടുപുലിയും കരിമ്പുലിയും ഒക്കെ ഇങ്ങനെ നമ്മുടെ പിള്ളേരുടെ മക്കളുടെ ഒപ്പം കുട്ടികളെ പോലെ കളിക്കുന്ന ഒരു പാർക്ക് കേട്ടിട്ടില്ലേ, വൈൽഡ് ലൈഫ് പാർക്ക്. അതിൽ ജോലി ചെയ്യാം, ഫോട്ടോ എടുക്കുക, വെറുതെ അന്തം വിട്ട് ചെന്നായിൻ്റെ ഒപ്പം നടക്കുന്നതിന് പൈസ ഇങ്ങോട്ടും കിട്ടും. എന്താ അല്ലേ, നല്ല ഫുഡും കിട്ടും. അങ്ങനത്തെ കരിയർ. അതിന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം എഴുതണം. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാം, വേറൊരു എക്സാം INET, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്, നേവിയിൽ ജോലി കിട്ടാൻ. ഇതൊക്കെ പോട്ടെ, അതിനേക്കാൾ വിറ്റാണ് ഏത്? UN ജോലി വാങ്ങിത്തരാം. നിങ്ങൾ എൻ്റെ കൂടെ മക്കളെ, നാട്ടുകാരെ മുഴുവൻ കരിയർ ഗൈഡൻസ് കൊടുത്ത് സമുദ്ധരിച്ച് സാമൂഹിക പരിഷ്കർത്താവാകാൻ ഇറങ്ങിത്തെറിച്ച മഹാനുഭാവനല്ല ഞാൻ. ടിപ്പിക്കൽ കരിയർ കൗൺസിലറാണ്. എൻ്റെ കുടുംബത്തിലെ സകലെണ്ണത്തിനെ കൈ പിടിച്ച് വഴി നടത്തി നല്ല ജോലിയിലാക്കി നല്ല സാലറി കിട്ടുന്നത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാനൊരു ഓഫർ തരാം, ഒരു ഓഫർ. എൻ്റെ കൂടെ പോര്, ജോലി തരാം. നാട്ടുകാർക്ക് പണിയാക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെ പോരെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടിയും കിടക്കി ആധാരോടത്തേക്ക് പോന്നേക്കരുത്. മെന്റലി വന്നാൽ മതി, ഫിസിക്കലി വരണ്ട. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 5ാമത്തെ കൊല്ലം ഞാൻ നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരും. ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം ഞാൻ അങ്ങോട്ട് തരും. വേണമെങ്കിൽ അത് തന്നെ ഒരു കരിയർ ആക്കാം. ഏത്? നഷ്ടപരിഹാരം വാങ്ങൽ. നിങ്ങൾ മിക്കവാറും അതാക്കും കരിയർ എന്ന് എനിക്ക് തോന്നുന്നു, ഇരിപ്പൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ നിങ്ങളെ കൊണ്ട് ഇമാതിരി ടെസ്റ്റുകളൊക്കെ എഴുതിപ്പിക്കും. UN-ൽ 9 നെറ്റ്വർക്ക് ഉണ്ട്, 9 നെറ്റ്വർക്ക്. ഹ്യൂമാനിറ്റീസുകാർ പോയാ അവര് പോയി, നീ പറഞ്ഞു കൊടുക്കട്ടെ അവർക്ക്. ഇന്ത്യൻ ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ 9 നെറ്റ്വർക്കിൽ 2 ഒഴിച്ച് ബാക്കി 7 നെറ്റ്വർക്കുകളും
ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസുകാർക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാ. ആ നെറ്റ്വർക്കിൽ UN നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നെ പോവാം. ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ്, ഇന്ത്യയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ് നോക്കിയേ, PG ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി, PG ഡിപ്ലോമ ഇൻ സൈബർ അനലറ്റിക്സ്. നല്ല രസമുള്ള കോഴ്സ്. ഇനി നമുക്ക് സ്റ്റഡി അബ്രോഡിലേക്ക് വരാം. ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങളോട്? കോമ്പറ്റീവ് എക്സാം, സ്റ്റഡി അബ്രോഡ്. പക്ഷേ സ്റ്റഡി അബ്രോഡ് പറയാൻ നേരില്ല. സമയം എന്തായി? നടക്കണ്ട, നീ നടക്കണ്ടല്ല, വാച്ച് നടക്കണ്ടെന്ന്. വാച്ച് നടക്കണ്ട. 5 മിനിറ്റ്. സ്റ്റഡി അബ്രോഡ് മക്കൾ ഒരു കടലാണത്. ഒരൊറ്റ സാധനം ഞാൻ പറഞ്ഞിട്ട്, ഒരൊറ്റ എണ്ണം. ഓസ് ബിൽഡങ് പറഞ്ഞ സാധനം. ഓസ് ബിൽഡങ് കേട്ടണ്ട? ഓസ് ബിൽഡങ് ജർമ്മനിയിൽ 350-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. 200-ലധികം ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. 200-ലധികം 3 കൊല്ല കോഴ്സുകൾ. ആ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നഴ്സിംഗ് പ്രോഗ്രാമിൽ ബയോളജി പഠിക്കണം +2, ബാക്കിയെല്ലാം ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും ആവാം. 60% മാർക്ക് ഉണ്ടാവണം. +2 പാസ്സായ കുട്ടികൾ ജർമ്മൻ ഭാഷയും കൂടി പഠിച്ച് ഓസ് ബിൽഡിംഗ് അപ്ലൈ ചെയ്താൽ, സെലക്ഷൻ കിട്ടിയാൽ, ചെന്നിറങ്ങണ മാസം മുതൽ 80,000 മുതൽ 1,25,000 വരെ സ്റ്റൈപ്പൻഡായിട്ട് ഇങ്ങോട്ട് കിട്ടും. ഒരു പൈസ അങ്ങോട്ട് കൊടുക്കണ്ട. 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ മിനിമം 2 ലക്ഷം രൂപ സാലറിയിൽ ജോലിയും കിട്ടും. ഒരു പൈസ കൊടുക്കാണ്ട് പഠിക്കാം. അങ്ങനത്തെ സംവിധാനമുണ്ട്. അതാണ് ഓസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. ചാൻസൺ കാട്ട എന്ന് പറഞ്ഞ സാധനം. ചാൻസൺ കാട്ട ഒരു സാധനമാണ്. ജർമ്മനിയുടെ ഒരു സിസ്റ്റമാണത്. ജർമ്മനിയുടെ ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? 1 കൊല്ലം നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാം? ജർമ്മനിയിൽ പോയി താമസിക്കാം. എന്നിട്ട് ജർമ്മൻ ഭാഷ അവിടെ നിന്ന് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ ജോലിക്ക് കയറാം. പഠിക്കണ്ട, നേരെ ജോലിക്ക്. ചാൻസൺ കാട്ട എന്ന് പറയും. നിങ്ങളുടെ നാട്ടില് വീട്ടിൽ അന്തം വിട്ട് കിടക്കുന്ന ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്ക് ഈ സാധനം പറഞ്ഞു കൊടുക്കണം. ഇതൊരു മനുഷ്യൻ നിങ്ങളോട് പറയില്ല. യൂറോപ്പിന്റെ പ്രത്യേകത എന്താ? ഫിൻലൻഡും നോർവേയും ഒക്കെ ഉള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രത്യേകത പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. എന്താ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? ഹെൽസിങ്കി, റിഗ, കൗനാസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ലീനിയസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് ഫീസില്ല. ഫീസ് ഉണ്ട്, ചെറിയ ഫീസൊക്കെ ഉണ്ട്, ചെറിയ ഫീസ്. ലിത്വാനിയയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പൈലറ്റ് ട്രെയിനിങ് തരുന്ന. പൈലറ്റ് ആവാൻ എന്ത് വേണം? ഒരുത്തൻ രാത്രി 2 മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പൈലറ്റ് ആവാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു അന്തിപ്പാതിരാക്ക, രാവിലെ ആയാൽ പോരെന്ന് ചോദിച്ചു. ചെക്കൻ സ്വപ്നം കണ്ടതാ വിമാനം ഓടിക്കണത്. വിമാനം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കണ്ണൂർന്ന് നോക്കുമ്പോൾ വലിയൊരു കുന്ന്. ഇടിക്കുന്നായപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടതാ കട്ടിലിന്റെ അറ്റത്ത്. ചാടി എണീറ്റിട്ട് എന്നോട് ചോദിച്ചു പൈലറ്റ് ആവാം. ഞാൻ പറഞ്ഞു രാവിലെ ആയാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നോ രാവിലെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച ചെക്കൻ മറന്നുപോയിന്നാ. രാവിലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചേ പൈലറ്റ് ആവാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു പറ്റും, +2 വേണം. അപ്പം പറഞ്ഞു ഞാൻ +2 ആണ്. ഞാൻ പറഞ്ഞു സയൻസ് ആയിരിക്കണം. അവൻ അയ്യോ ഞാൻ കൊമേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു കൊമേഴ്സുകാരനാവാൻ പറ്റൂല. അവൻ പറഞ്ഞു ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ കൊമേഴ്സുകാരന് പൈലറ്റ് ആവാമെന്ന്. ഞാൻ പറഞ്ഞു സ്വന്തം വിമാനം ഓടിക്കാനേ പറ്റുള്ളൂ, നാട്ടുകാരുടെ വിമാനം ഓടിക്കാൻ പറ്റൂല. നാട്ടുകാരുടെ വിമാനം ഓടിക്കാൻ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? സയൻസ് വേണം. സയൻസ് മാത്രം മതിയാ? അവൻ എന്നോട് വെച്ച് ഫീസൊക്കെ കുറവല്ലേ? ഞാൻ പറഞ്ഞേ ഭയങ്കര കുറവാ, 45 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നൊന്നും കേൾക്കാനില്ല. പീ 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 കട്ടായതാ, ബോധം കെട്ട് വീണതാ ചെറുക്കൻ. എടേ ഒരു പൈസ ഇല്ലാണ്ട് പൈലറ്റ് ആവും 3 വഴികളുണ്ട്. ഏതാ? ഒന്ന് NDA, 2 എണ്ണം പെൺകുട്ടികൾക്കാ. ഫ്ലൈയിങ് ബ്രാഞ്ചിൽ 2 സീറ്റ് പെൺകുട്ടികൾക്കാ. മൂന്നാമത്തെ ഏതാ? CDSE. അത് പെൺകുട്ടികൾക്ക് പറ്റൂല, കാരണം അവിടെ OTA മാത്രമേ ഉള്ളൂ, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. മൂന്നാമത്താണ് AFCAT, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. 3 എണ്ണം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പൈസ ഇല്ലാണ്ട് പൈലറ്റ് ആവാം. ഇനി വേറൊരു പൈലറ്റ് ഉണ്ട്, അതറിയോ? RPL കേട്ടിട്ടുണ്ടോ? RPL കേട്ടിട്ടുണ്ടോ? RPL കേക്കരുത്, കേട്ടാ എന്റെ പണി പോകും. RPL റിമോട്ട് പൈലറ്റ് ലൈസൻസിങ്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ദുബായിൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ ആളുകളെ കൊണ്ട് ഇറക്കി കൊടുക്കാൻ ഡ്രോൺ വെഹിക്കിൾ, ആകാശത്ത് കൂടി പറക്കുന്ന ചെറിയ വെഹിക്കിൾ. ആ വെഹിക്കിൾ ഷോർട്ട് ഡിസ്റ്റൻസിൽ 2 പേരെയൊക്കെ കൊണ്ട്. ഡ്രോണാണ് ഇനി വരാൻ പോകുന്ന അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 3000-നും 10,000-നും അടുക്ക് ഡ്രോൺ പൈലറ്റുമാരെ വേണമെന്നാ പറഞ്ഞത്. 10ാം ക്ലാസ്സും ഗുസ്തി മതി. 10ാം ക്ലാസ്സും ഗുസ്തി. പിന്നെ 65,000 രൂപ മതി.
3 മാസം പഠിച്ചു വെച്ചാൽ മതി. ഏത് RPL എടുക്കാൻ, റിമോട്ട് പൈലറ്റ് ലൈസൻസിങ് എടുക്കാൻ. 10ാം ക്ലാസ്സും ഗുസ്തി ഉള്ളവനും പൈലറ്റ് ആവാം. പക്ഷെ ആ പൈലറ്റ് മോളിൽ പറപ്പിക്കാൻ പറ്റില്ല, എവിടെ പറ്റുള്ളൂ, താഴെ പറ്റുള്ളൂ. പക്ഷേ ഇപ്പൊ ദുബായിന്റെ പുതിയ സിസ്റ്റം അനുസരിച്ച് RPL ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരു ഇത്ര ദൂരത്തിനുള്ളിൽ, ഇത്ര ഫീറ്റിനുള്ളിൽ റിമോട്ട് ഡ്രോണുകൾ പറപ്പിക്കാം. അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പറപ്പിക്കാം. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത്തരം ഒരുപാട് സംവിധാനങ്ങൾ. അതുകൊണ്ട് അതിൽ ഞാൻ പറഞ്ഞു വന്നതെന്നല്ല, ലിത്വാനിയയിൽ സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. 3.5 ലക്ഷം ഉള്ളൂ പൈലറ്റ് ട്രെയിനിങ്ങിന്, 3.5 ലക്ഷം. പക്ഷെ എന്താണെന്നറിയോ, അത് ജാംബവാന്റെ കാലത്തുള്ളൊരു വിമാനത്തിലാണ് പഠിപ്പിക്കുക. അതിൽ ജീവനും കൊണ്ടിരിക്കേണ്ടി വരും, എപ്പോഴാണ് താഴെ പോകാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പൈലറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുക. ഞാൻ വിദേശ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തൽക്കാലം ഞാൻ നിർത്തണം, നമുക്ക് സമയമില്ലാത്തല്ലേ, സമയമില്ലേ, നിർത്താം അല്ലേ. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് ഇതാ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടല്ല. നമ്മളൊരു പ്രിഫറൻസ് എന്തായിരിക്കും, ഒരു ലാർജ് ക്ലാസ് സൈസ് ആണെങ്കിൽ അത് സ്മോൾ വിത്ത് ഫ്യൂ സ്റ്റുഡൻസ്, ക്യാമ്പസ് സൈസ്, ലൊക്കേഷൻ ഫെസിലിറ്റീസ്, സ്പോർട്സ് ക്ലബ്ബ്, ഹൗസിംഗ് ഫെസിലിറ്റീസ്. മക്കളെ വിദേശ പഠനത്തിന് പോകുന്ന ആളുകളൊക്കെ ഇതെല്ലാം എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് ഈ സ്വീഡനിൽ ഒരു കുട്ടിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കുട്ടിക്ക് അവർക്ക് റിന്യൂവബിൾ എനർജിയിൽ MTech പഠിക്കണം. രാജഗിരിയിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഫെലോഷിപ്പോട് കൂടി ലീനിയസിൽ പഠിക്കാം. പക്ഷെ ലീനിയസിൽ പഠിക്കുമ്പോൾ ലീനിയസ് യൂണിവേഴ്സിറ്റി വിദേശ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഹോസ്റ്റൽ കൊടുക്കുന്നില്ല. അപ്പൊ ഹോസ്റ്റൽ അന്വേഷിച്ച് പോയപ്പോൾ എന്താ വിഷയം, അവിടെ ഇവള് കോഴിക്കോട്ടുകാരിത്തിയ, മിക്സഡ് ഹോസ്റ്റലുകളാണ്, ഒന്നിച്ച് താമസിക്കുന്ന കോ ലിവിങ്. അതാണ്, അത് അവിടെ നിൽക്കാൻ പറ്റൂല. അങ്ങനെ അവൾ വേറെ അന്വേഷിച്ച് നടന്നപ്പോൾ ക്ലബ്ബുകൾ സഹായിച്ചിട്ടാണ് അവസാനം എന്ത് ചെയ്തത്, ഹൗസിംഗ് ഫെസിലിറ്റി കിട്ടിയത്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ എല്ലാം പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പുറത്തേക്ക് പോകാൻ. യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകൾ, പിന്നെ നമ്മളുടെ ഒരു പ്രത്യേക പ്രിഫറൻസ് എന്നാണ്. നമ്മൾ സാധാരണ സബ്ജക്റ്റും ചോയ്സും റിസർച്ച് ഫെസിലിറ്റീസ്, സ്പേസ് പ്ലേസ്മെന്റ്, സബ്ജക്ട് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സ് സെന്റേഴ്സ്, കുറേ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ വിദേശത്ത് പഠിച്ച ഇന്ത്യക്കാരാണ്. ഇവരൊക്കെ ഒരു പൈസ കൊടുക്കാണ്ട് പഠിച്ച് നല്ല കരിയറിൽ എത്തിയ ആളാണ്. ഇയാളൊക്കെ IIT പഠിച്ചതൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ സാധാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചിട്ട് 40 ലക്ഷം രൂപ വെറും അവാർഡ്, 50 ലക്ഷം രൂപ ഇതുണ്ടതാ സിഫാർ, കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്വാൻസ് ഗ്ലോബൽ സ്കോളർ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകൾ, അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ നിർത്തുക. കാരണം ഇത് പറഞ്ഞു പോയാൽ ഞാനങ്ങ് പറയും, എനിക്ക് കൺട്രോൾ ഉണ്ടാവില്ല. പള്ളിയും പട്ടക്കാരൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുവാണേ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, കേട്ടതിന്, ക്ഷമിച്ചതിന്, അക്രമാസക്തരാവാത്തതിന് നന്ദി. 2 പേർക്ക് മിഠായി കിട്ടാണല്ലേ മുത്തേ, നിനക്ക് മിഠായി തരണ്ടേ? ഓള് പോയിട്ടില്ല, കണ്ട, അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതാണ്. തരാട്ടാ, നോക്ക്. അപ്പൊ എന്താക്കണം, നമുക്ക് ചോദിക്കാണ്ടെന്തെങ്കിലും? ഒരൊറ്റ ചോദ്യം മാത്രമേ, ചങ്ങായിപ്പള നിർത്താന്നല്ലേ? അങ്ങനെയൊക്കെ പറയും, തരാന്നൊക്കെ പറയും, പക്ഷെ തരൂല. അത് നമ്മുടെ പൊതു സ്വഭാവമാണ്. അപ്പൊ നീ എന്ത് ചെയ്യാ, എന്നെ നേരിട്ട്, നിന്റെ വീട് എവിടെയാ? രാമനാട്ടുകാരെയാ? രാമനാട്ട് സ്കൂൾ എവിടെയാ? സർവോദയ ഫറൂഖില്. അപ്പൊ എവിടെ? ഇവിടെ മർക്കസിലാ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഓഫീസ് കോഴിക്കോടാ. നമ്മളിങ്ങനെ വല്ലാണ്ട് തള്ളും, തര, പൊളിക്കും, ഷറാക്ക, മെയിലേക്ക എന്നൊക്കെ പറയും. തരൂല, ഈ തിരക്കിനിടയിലൊക്കെ മറന്നു പോകും. അപ്പൊ നീ അവസാനം എന്നെ പ്രാവും, ദുഷ്ടൻ അല്ലേ? ആ പണിക്ക് നിൽക്കണമെന്നിനാ. അവിടെ നീ എന്ത് ചെയ്യുക, കോഴിക്കോട് പോകുമ്പോൾ ആ വഴിക്ക് അവിടെ ഇറങ്ങിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് CD ടവറിൽ 4ാം നിലയിൽ എൻ്റെ ഓഫീസുണ്ട്. അവിടെ വന്നാൽ നമുക്ക് അതിൻ്റെ താഴെ ഒരു ചായയൊക്കെ കുടിക്കുക, എന്നിട്ട് നിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് തരാം. പോരെ? വേറെ? അപ്പൊ നിർത്താം, ബാക്കി കോണ്ടാക്ട് ചെയ്തോളി. ഏതായാലും ഇത്രയും നേരം വീണ്ടും ഒരിക്കൽ കൂടി നമ്മോഭാഗം. ഒന്ന് കയ്യടിക്കടേ, എന്ത് മനുഷ്യന്മാരാണ്ടോ. ഞാനിങ്ങനെ കാത്തിക്കാണ്, കയ്യടിക്കും കയ്യടിക്കും. എവിടെ? ഒറ്റ